തേർഡ് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ടൈപ്പ് വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ടൈപ്പ് എത്രയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത്. തേർഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ഓക്കെ ഫൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു? ടൈപ്പ് 8 അല്ലേ? അല്ല, ടൈപ്പ് 8 അല്ല, ടൈപ്പ് 10 നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ടൈപ്പ് 11. ഓക്കെ, ഹോംവർക്കിൽ സംശയമൊന്നുമില്ലല്ലോ? ഹോംവർക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഹോംവർക്കിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഹരികൃഷ്ണൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കണേ. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കണേ. ഹരി വീഡിയോ ഓഫ് ചെയ്ത് വെക്കുക. എല്ലാവരും അവരുടെ വീഡിയോ ഓഫ് ചെയ്ത് വെക്കുക. ഹരികൃഷ്ണൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ടൈപ്പ് 11 നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഡിസ്കസ് ചെയ്തായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറഞ്ഞേക്കുന്നത്? ദ സം ഓഫ് 2 നമ്പേഴ്സ് n1 ആൻഡ് n2 ഈസ് 5500 അല്ലേ? രണ്ട് നമ്പേഴ്സ് n1ൻ്റെയും n2ൻ്റെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 5500 ആണ്. ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 10%, ഫസ്റ്റ് നമ്പർ 10% കൂടുവാണ്. ആൻഡ് ദ അതർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 20%, മറ്റേ നമ്പർ എന്ത് ചെയ്യുന്നു? 20% കൂടുന്നു. നൗ n1 പ്ലസ് n2 ബിക്കംസ് 6300. അപ്പോൾ n1 പ്ലസ് n2 എത്ര ആവുന്നു? 6300 ആയിട്ട് മാറുന്നു. ഫൈൻഡ് ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് n1 ആൻഡ് n2. n1ൻ്റെയും n2ൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? ഇനിഷ്യൽ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടുപിടിച്ചാട്ടെ. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, n1 n2. അതിൻ്റെ സം എന്ന് പറയുന്നത് 5500 ആണ്. ഫസ്റ്റ് നമ്പർ 10% കൂടുന്നു, സെക്കൻഡ് നമ്പർ 20% കൂടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n1 പ്ലസ് n2 എത്ര ആയിട്ട് മാറുന്നു? 6300 ആയിട്ട് മാറുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ വാല്യൂ ഓഫ് n1 പ്ലസ് n2 ഇതേ വരുന്നു. പോൾ വെള്ളം വേണ്ട, അൺമ്യൂട്ട് ചെയ്യണേ. നാല് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. 5 പേരായി. ഇന്നലെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ, ഒരു ഡിഫറൻസും ഇല്ല, ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ. $60 seconds ഉണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ. 60 seconds കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നോ പ്രോബ്ലം, നമുക്ക് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നേ? n1ഉം n2ഉം കൂടെ ചേരുമ്പോഴല്ലേ? n1ഉം n2ഉം കൂടെ ചേരുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 5500 അല്ലേ? ഏതൊക്കെയാണ്? n1ഉം n2ഉം. ഫസ്റ്റ് നമ്പർ എത്ര കൂടുന്നു? 10% കൂടുന്നു. സെക്കൻഡ് നമ്പർ എത്ര കൂടുന്നു? 20% കൂടുന്നു. അപ്പോൾ n1 പ്ലസ് n2 എത്ര ആയിട്ട് മാറും? 6300 ആയിട്ട് മാറും. അതായത് ടോട്ടൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 800ൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ 5500ഉം 500ഉം 6000 ദെൻ 300. അപ്പോൾ നമുക്ക് മനസ്സിലായി 800 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ നമ്പറും, രണ്ട് നമ്പറും എത്രയാണെന്ന് ഇൻക്രീസ് ചെയ്യുന്ന വിചാരിക്കും നമ്മൾ? 10% ആണല്ലേ? അപ്പോൾ n1ഉം n2ഉം 10% വെച്ചാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് എത്രയേ വരത്തുള്ളൂ? 5500ൻ്റെ 10%. എത്ര കിട്ടും നമുക്ക്? 550 എന്ന് കിട്ടും. റിമൈനിങ് എത്ര ഉണ്ട്? 0, 5, 250. ഈ 250ക്ക് കാരണം എന്താണ്? ഈ എക്സ്ട്രാ നിൽക്കുന്ന 10% ആണ് അല്ലേ? എക്സ്ട്രാ നിൽക്കുന്ന 10% എത്രയാണ്? 250 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n1 ആൻഡ് n2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 10% 250 ആണ്. അപ്പോൾ 100% എത്ര ആയിരിക്കും? ഇൻറ്റു 10 ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇൻറ്റു 10 ചെയ്യുന്നു. എത്ര കിട്ടും നമുക്ക്? 2500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ n2 എന്ന് പറയുന്നത് എത്രയാണ്? 2500 ആണ്. അപ്പോൾ n1 എത്ര ആയിരിക്കും? n1 എന്ന് പറയുന്നത് 3000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റനിൽ ഞാൻ n1ഉം n2ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നോ പ്രോബ്ലം, കുഴപ്പമില്ല. അപ്പോൾ ഈ ക്വസ്റ്റൻ ഹോംവർക്ക് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ദർ ആർ 2 ടൈപ്പ് ഓഫ് ആനിമൽസ് ഇൻ എ സൂ. ഓക്കെ, ഒരു സൂവിൽ 2 ടൈപ്പ് ആനിമൽസ് ഉണ്ട്. സം ആർ റാബിറ്റ്സ് ആൻഡ് സം ആർ കാറ്റ്സ്. ചിലത് എന്താണ്? റാബിറ്റ് ആണ്,
ചിലത് ക്യാറ്റ്സ് ആണ്. ഈച്ച് റാബിറ്റ് ടേക്സ് 9 ബ്രെഡ്സ്. ഒരു റാബിറ്റിന് എത്ര ബ്രെഡ് വേണം? 9 ബ്രെഡ് വേണം. ആൻഡ് ഈച്ച് ക്യാറ്റ് ടേക്സ് 11 ബ്രെഡ്സ്. ഓരോ ക്യാറ്റും എത്ര എടുക്കും? 11 ബ്രെഡ്സ് കഴിക്കും. ഇഫ് ദ ടോട്ടൽ കൺസംഷൻ ഓഫ് ബ്രെഡ് ഈസ് 580 പെർ ഡേ. ഓക്കെ, ഒരു ദിവസത്തെ ബ്രെഡിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് 580 ആണ്. ആൻഡ് ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് ഈസ് 60. ടോട്ടൽ ആനിമൽസ് എത്രയുണ്ട്? 60 ഉണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്യാറ്റ്സ്. എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ നമ്പർ ഓഫ് ക്യാറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു സൂവിൽ 2 ടൈപ്പ് ആനിമൽസ് ഉണ്ട്. ആ ആനിമൽസ് പറഞ്ഞ റാബിറ്റും ഉണ്ട്, ക്യാറ്റും ഉണ്ട്. റാബിറ്റിന് ഒരു ദിവസം 9 ബ്രെഡ് വേണം, എന്നാൽ ക്യാറ്റിന് എത്ര ബ്രെഡ് വേണം? 11 ബ്രെഡ് വേണം. അപ്പോൾ ഈ ക്യാറ്റിനും റാബിറ്റിനുമായിട്ട് കൊടുക്കാനായിട്ട് എത്ര ബ്രെഡാണ് ഒരു ദിവസം വേണ്ടത്? 580 ബ്രെഡാണ് ഒരു ദിവസം വേണ്ടത്. ടോട്ടലി 60 അനിമൽസ് ആണ് ഉള്ളത്. ക്യാറ്റും റാബിറ്റും കൂടെ ചേർന്ന് 60 അനിമൽസ് ആണ് ഉള്ളത്. എങ്കിൽ എത്ര ക്യാറ്റ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ദേ വരുന്നു പോൾ. ഒരു സൂവിൽ 2 ടൈപ്പ് അനിമൽസ് ഉണ്ട്, റാബിറ്റ്സും ഉണ്ട്, ക്യാറ്റും ഉണ്ട്. അതിൽ റാബിറ്റിൻ്റെയും ക്യാറ്റിൻ്റെയും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ് കഴിക്കണം എന്നുള്ള കാര്യം. ടോട്ടൽ കൺസംഷൻ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ക്യാറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ബേസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ പക്കായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. 6 പേര് ഇപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോൾ എൻഡ് ചെയ്യാണ്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കുന്നത്. ഒരു സൂവിൽ 2 ടൈപ്പ് അനിമൽസ്. എത്ര അനിമൽസ് ഉള്ള? 60 അനിമൽസ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ആനിമൽസിൻ്റെ എണ്ണം എത്രയാണ്? 60 ആണ്. ആ 60 എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? ആരൊക്കെയാണ്? റാബിറ്റും ഉണ്ട്, ക്യാറ്റും ഉണ്ട്. സോ ഇത് റാബിറ്റാണ്, ഇത് ക്യാറ്റാണ്. ഇനി നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? റാബിറ്റിന് എത്ര ബ്രെഡ് വേണം ഒരു ദിവസം? 9 ബ്രെഡ്. അപ്പോൾ ഞാൻ എഴുതി റാബിറ്റിന് ഒരു ദിവസം 9 ബ്രെഡാണ് വേണ്ടത്. ക്യാറ്റിനോ? 11 ബ്രെഡാണ്. ക്യാറ്റിന് 11 ബ്രെഡ്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഒരു ദിവസം 580 ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്. ഒരു ദിവസം എത്ര ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്? 580 ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. റാബിറ്റ് 9 ആണ്, ക്യാറ്റ് 11 ആണ്. എനിക്ക് എന്ത് എഴുതാം? ക്യാറ്റിനെ എനിക്ക് 9+2 എഴുതാം. കാര്യം എന്ത് ചെയ്യുന്നു? ഞാൻ 2 അനിമൽസും, അതായത് റാബിറ്റും ക്യാറ്റും 9 വീതം ബ്രെഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. റാബിറ്റ് 9 ആണ്, ക്യാറ്റും 9 ആണ്. അപ്പോൾ റാബിറ്റ് 9, ക്യാറ്റ് 9. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 അനിമൽസിനും കൂടെ എത്ര ബ്രെഡ് വേണം? 60 × 9 എത്രയാണ്? 540 ബ്രെഡ് മതി. പക്ഷേ 540 ബ്രെഡ് അല്ല ഒരു ദിവസം ചിലവ്. എത്രയാണ്? 580 ബ്രെഡാണ് ഒരു ദിവസം ചിലവ്. അപ്പോൾ എക്സ്ട്രാ എത്ര ഉണ്ട്? 40. ഈ എക്സ്ട്രാ 40ന് കാര്യം എന്താ? നമുക്കറിയാം ഒരു ക്യാറ്റിൻ്റെ എത്ര എടുത്തിട്ടുള്ളൂ? നമ്മൾ 9 ബ്രെഡ്സ് എടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ എന്ത് നിപ്പുണ്ട്? 2 ബ്രെഡ് നിപ്പുണ്ട്. അപ്പോൾ ഒരു ക്യാറ്റ് കൺസ്യൂം ചെയ്യുന്ന ഈ 2 ബ്രെഡാണ് എന്ത്? എക്സ്ട്രാ ആയിട്ടുള്ള ബ്രെഡ്. ആ എക്സ്ട്രാ ബ്രെഡ് എത്രയാണ്? 40 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്കറിയാം ഒരു ക്യാറ്റിന് 2 ബ്രെഡ്, അങ്ങനെയാണ് എക്സ്ട്രാ. എത്രയാണ്? 40. സോ ക്യാറ്റ് എത്രയുണ്ട്? 40/2 20 ക്യാറ്റാണ് ഉള്ളത്. കാര്യം 20 ക്യാറ്റിന് കൺസ്യൂം ചെയ്യാനുള്ള 40 ബ്രെഡാണ് അവിടെ എന്ത് കിടക്കുന്നത്? എക്സ്ട്രാ കിടക്കുന്നത്. കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ 2 അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. സോ അവിടെ നമ്മൾ കൺഫേം ആക്കി. എത്ര ക്യാറ്റുണ്ട്? 20 ക്യാറ്റുണ്ട് എന്ന് നമ്മൾ കൺഫേം ആക്കി. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര ക്യാറ്റ് എന്ന് ചോദിച്ചിരിക്കണം. ക്യാറ്റ് എത്രയാണ്? 20 ആണ് ക്യാറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി ക്യാറ്റ് അല്ല റാബിറ്റ് ചോദിച്ചേക്കുന്നെങ്കിലോ? ക്യാറ്റ് 20 ആണ്, ആകെ അനിമൽസ് എത്രയാ? 60. അപ്പോൾ ഉറപ്പായിട്ട് റാബിറ്റ് എത്ര കാണും? 40 റാബിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? ഞാൻ ഒന്നും കൂടി പറയാം. ടോട്ടൽ അനിമൽസ് എത്രയാ? 60 ആണ് ടോട്ടൽ അനിമൽസ്. അതിനകത്ത് റാബിറ്റും ഉണ്ട്, ക്യാറ്റും ഉണ്ട്. റാബിറ്റിന് എത്ര ബ്രെഡാണ്? 9 ബ്രെഡ്. ക്യാറ്റിന് എത്ര ബ്രെഡാണ്? 11 ബ്രെഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. എന്ത് അസ്യൂം ചെയ്യുന്നു? റാബിറ്റിനും ക്യാറ്റിനും 9 ബ്രെഡ് വീതം മതി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 അനിമൽസിനും കൂടെ എത്ര മതി? 540 ബ്രെഡ് മതി. പക്ഷേ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഒരു ദിവസത്തെ ബ്രെഡിൻ്റെ കണക്ക് എത്രയാ? 580 ആണ്. പക്ഷേ നമ്മൾ 9 എടുത്തപ്പോൾ 540 ആവശ്യമുള്ളൂ. ബാക്കി എക്സ്ട്രാ എത്ര ബ്രെഡ് ഉണ്ട്? 40 ബ്രെഡ് ഉണ്ട്. ഈ എക്സ്ട്രാ 40 ബ്രെഡിനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന ക്യാറ്റിൻ്റെ 2 ബ്രെഡ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ക്യാറ്റ് കൺസ്യൂം ചെയ്യുന്ന ഈ 2 എക്സ്ട്രാ
ബ്രെഡാണ് എന്തിന് ഈക്വൽ, ഈ എക്സ്ട്രാ കിട്ടിയേക്കുന്ന 40 തുല്യം. സോ ഒരു ക്യാറ്റിന് 2 ബ്രെഡ് വെച്ച് 40 എക്സ്ട്രാ. സോ ഒരു ക്യാറ്റിന് എത്രയാണ്, ഒരു ക്യാറ്റിന് 2 എണ്ണമാണ് എക്സ്ട്രാ ഉള്ളത്, അങ്ങനെ 40 എണ്ണം ഉള്ളത്. അപ്പോൾ 40 എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ക്യാറ്റിൻ്റെയാണ്, 20 ക്യാറ്റിൻ്റെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്യാറ്റ് 20 ആണെന്നുണ്ടെങ്കിൽ റാബിറ്റ് എത്ര കിട്ടും, 40 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ എ ഫാക്ടറി ദർ ആർ ടോട്ടൽ 80 എംപ്ലോയീസ്. ഒരു ഫാക്ടറിയിൽ 80 എംപ്ലോയീസ് ഉണ്ട്. ഈച്ച് മാൻ ഗെറ്റ് ₹19. ഒരാൾക്ക് എത്ര രൂപയാണ് കൂലി, 19 രൂപയാണ് കൂലി. ഈച്ച് ഫീമെയിൽ ഗെറ്റ്സ് 23. ഒരു സ്ത്രീക്ക് എത്രയാണ്, 23 വനിതകൾക്കുള്ള കൂലി എന്ന് പറയുന്നത്. ടോട്ടൽ വേജസ് പെർ ഡേ ഈസ് 1600. ഒരു ദിവസത്തെ മൊത്ത വേജ് എന്ന് പറയുന്നത് എത്രയാണ്, 1600. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് മെയിൽസ് ഇൻ ദ ഫാക്ടറി. അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടറിയിൽ എത്ര മെയിൽസ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ചെയ്ത് നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ. ഒരു ഫാക്ടറിയിൽ 80 എംപ്ലോയീസ് ഉണ്ട്. ഒരു ദിവസം ഒരു പുരുഷൻ്റെ കൂലി എന്ന് പറയുന്നത് 19 രൂപയും സ്ത്രീയുടെ കൂലി എത്രയാണ്, 23. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കൂലി കൊടുക്കാനായിട്ട് ഒരു ദിവസം മൊത്തം എത്ര രൂപ വേണം, 1600 രൂപ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ എത്ര മെയിൽസ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. seconds ഉണ്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. വളരെ എളുപ്പമാണ്. ഈ ക്വസ്റ്റനൊക്കെ ചെയ്യാൻ വളരെ സെക്കൻഡ്സ് മതി. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വേറെ നമ്മൾ ഇക്വേഷനോ എക്സോ വൈയോ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. JSM എന്ന് പറഞ്ഞ ആ മെത്തേഡ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 6 പേരാണ് ആൻസർ ചെയ്തത്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്താട്ടെ. പോള് കിട്ടാത്തവർ എനിക്ക് ജസ്റ്റ് പ്രൈവറ്റായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, പോള് കിട്ടാത്തവർ ആക്ച്വലി നമ്മുടെ ക്ലാസ് കാണാൻ ഏറ്റവും കൺവീനിയൻ്റ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ആണ്. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും, കാണാനും എളുപ്പമായിരിക്കും. മൊബൈലാകുമ്പോൾ ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൊബൈൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോൾ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യും. ഞാൻ നോക്കിയപ്പം എത്ര എംപ്ലോയീസ് ഉണ്ട്, 80 എംപ്ലോയീസ് ഉണ്ട്. സോ ഞാൻ എഴുതി എത്ര എംപ്ലോയീസ്, 80 എംപ്ലോയീസ്. ഈ 80 എംപ്ലോയീസ് പറഞ്ഞാൽ ആരൊക്കെയാണ്, അതിനകത്ത് മെയിൽസും ഉണ്ട് ഫീമെയിൽസും ഉണ്ട്. ഇനി പറഞ്ഞേക്കുന്നത് എന്താ, ഒരു മെയിലിന് അല്ലെന്നുണ്ടെങ്കിൽ മാൻ എത്ര രൂപയാണ്, 19 രൂപയാണ് ഒരു ദിവസം സാലറി. ഫീമെയിലിന് എത്രയാണ്, 23 സാലറി. അങ്ങനെ ഒരു ദിവസം എത്ര സാലറി കൊടുക്കേണ്ടി വരുന്നു, 1600 രൂപ സാലറി കൊടുക്കേണ്ടി വരുന്നു. അപ്പം നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു, മെയിലിന് 19 ഏറ്റവും കുറവ് 19 അല്ലേ. അപ്പോൾ ഞാൻ എന്ത് അസ്യൂം ചെയ്യുന്നു, ഫീമെയിലിനും 19 തന്നെയാണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എത്ര എക്സ്ട്രാ വരും, 4 എക്സ്ട്രാ വരും. ഓക്കെ, അപ്പോൾ മെയിലിനും 19 ഫീമെയിലിനും 19. എത്ര പേരുണ്ട്, 80 പേരുണ്ട്. സോ 19 ആണെങ്കിൽ എത്ര വേണം സാലറി, 19 ഗുണം 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 9 8 72, 7 8 1 8 8 7 എത്ര കിട്ടും നമുക്ക് 15. 1520 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ എത്രയാണ് കൊടുക്കുന്നത്, 1600 കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എത്രയാണ്, എക്സ്ട്രാ 80 രൂപ. ഈ എക്സ്ട്രാ 80 രൂപ കിട്ടാനുള്ള കാരണം എന്താണ്, ഈ ഫീമെയിൽസിൻ്റെ 4 rupees നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പം ഫീമെയിലിൻ്റെ എക്സ്ട്രാ ഉള്ള 4 rupees എന്തെന്ന് പറയുന്നത്, 80 രൂപ എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഫീമെയിൽസ് എത്ര ആയിരിക്കും, 80/4 20 എന്ന് കിട്ടും. ഇത് ചെയ്യാൻ പേനയുടെ ആവശ്യം പോലും നമുക്കില്ല. സോ നമ്പർ ഓഫ് ഫീമെയിൽസ് എത്രയാണ്, 20 ആണ് നമ്പർ ഓഫ് ഫീമെയിൽസ്. സോ ഇവിടെ 20 ആൻസർ കാണും, നമ്മൾ 20 അങ്ങ് എഴുതും. പക്ഷേ നമ്മൾ ചോദിച്ചേക്ക് എന്താണ്, നമ്പർ ഓഫ് ഫീമെയിൽസ് അല്ല നമ്മൾ ചോദിച്ചേക്ക്. എന്താ ചോദിച്ചേക്കുന്നത്, എത്ര മെയിൽ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 20 ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം എത്ര ആൾക്കാരാണ് ഉള്ളത്, 80 ആൾക്കാരുള്ളത്. അപ്പോൾ ബാക്കി റിമൈനിങ് എത്രയാണ്, 60. ഈ 60 എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൽസിൻ്റെ എണ്ണം. സോ ആൻസർ എന്താണ്, 60 ആണ് ആൻസർ. നമുക്ക് 20 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ടെൻഡൻസി ഉണ്ട് 20 മാർക്ക് ചെയ്യാനായിട്ട്. സോ 20 അല്ല, എന്താണ്, 60 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. 80 ആണ് ടോട്ടൽ എംപ്ലോയീസ്. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. മെയിലിന് എത്രയാണ്, 19 രൂപ. ഫീമെയിൽസിന് എത്രയാണ്, 23 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് മെയിലിനും ഫീമെയിലിനും 19 രൂപയാണ് കൂലി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. അപ്പോൾ മെയിലിനും ഫീമെയിലിനും 19 രൂപയാണെങ്കിൽ 80 പേർക്ക് എത്ര രൂപ കൂലി കൊടുക്കണം? 1520 രൂപ കൂലി കൊടുക്കണം. പക്ഷേ ആസ് പെർ ദ ക്വസ്റ്റ്യൻ 1520 രൂപയല്ല കൂലി. എത്രയാണ് കൂലി? 1600 കൂലി. എക്സ്ട്രാ എത്ര ഉണ്ട്? 80 ഉണ്ട്. ഈ എക്സ്ട്രാ 80-നുള്ള കാരണം എന്താണ്? ഈ പറയുന്ന ഫീമെയിൽസിൻ്റെ 4 റുപ്പി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിയിട്ടില്ല. അപ്പോൾ ഓരോ ഫീമെയിലിന് എക്സ്ട്രാ എത്ര ഉണ്ട്? 4 റുപ്പിയുണ്ട്. അപ്പോൾ ഓരോ ഫീമെയിലിൻ്റെയും ഈ 4 റുപ്പി എക്സ്ട്രാ ആണ് എന്തെന്ന് പറയുന്നത്, 80 എന്ന് പറയുന്നത്. സോ ഫീമെയിൽ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ഫീമെയിൽ 20 കിട്ടിക്കഴിഞ്ഞാൽ മെയിൽ എത്രയാണ്? 60 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പക്കാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട, ചോദിച്ചാൽ മതി, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 6 പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ ചെയ്തേ. ഇൻ എ പാർക്കിംഗ് ഏരിയ ദർ ആർ ടോട്ടൽ 280 വെഹിക്കിൾസ്. ഓക്കെ, ഒരു പാർക്കിംഗ് ഏരിയയിൽ 280 വെഹിക്കിൾസ് ഉണ്ട്. സം ആർ 2 വീലേഴ്സ് ആൻഡ് സം ആർ 4 വീലേഴ്സ്. ചിലതെന്താണ് 2 വീലേഴ്സ് ആണ്, ചിലതെന്താണ് 4 വീലേഴ്സ് ആണ്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഈസ് 820. മൊത്തത്തിൽ അവിടെ എത്ര വീലുകൾ നമുക്ക് കാണാൻ പറ്റും? 820 വീലുകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര 4 വീലേഴ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു പാർക്കിംഗ് ഏരിയയിൽ 280 വെഹിക്കിൾസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണം എന്താണ് 2 വീലേഴ്സ് ആണ്, കുറച്ചെണ്ണം എന്താണ് 4 വീലേഴ്സ് ആണ്. ആകെ അവിടെ നമ്മൾ വീലുകൾ മാത്രം എണ്ണി നോക്കുവാണെന്നുണ്ടെങ്കിൽ എത്ര വീലേ ഉള്ളൂ? 820 വീലാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അവിടുന്ന് എത്ര 4 വീലേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോട്ടെ. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഏഴ് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഗുഡ്. 14 പേരാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, എട്ട് പേര് ആൻസറായി. 9 പേര്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? ട്രൈ ചെയ്യാം, എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് നോക്കാം. നോക്കിക്കേ, നമുക്ക് എത്ര വെഹിക്കിൾസാണ് ഉള്ളത്? 280 വെഹിക്കിൾസാണ് നമുക്ക് ഉള്ളത് അല്ലേ? 280 വെഹിക്കിൾസാണ് നമുക്കുള്ളത്. അതിൽ ചിലതെന്താണ് 2 വീലേഴ്സാണ്, ചിലതെന്താണ് 4 വീലേഴ്സാണ്. ആകെ എത്ര വീലുണ്ട്? 820 വീലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര 2 വീലേഴ്സ് ഉണ്ട്, അല്ല എത്ര 4 വീലേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വണ്ടിക്ക് 2 വീലാണ്. സോ ഈ വണ്ടിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? 2 വീൽ. അവിടെയുള്ള എല്ലാ വണ്ടികളും 2 വീലേഴ്സ് ആണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ വണ്ടികളും 2 വീലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 280 വണ്ടികൾക്ക് എത്ര വീൽസ് കാണും? 280 ഗുണം 2 എത്ര കിട്ടും? 560 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എത്രയാണ്? ആസ് പെർ ദ ക്വസ്റ്റ്യൻ വീൽ എത്രയാണ്? 820 ആണ്. നമ്മൾ 2 വീലുള്ള വണ്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 560 കിട്ടി അല്ലേ? അപ്പോൾ എത്ര ഉണ്ട് റിമൈനിങ്? 0. 6 6 12. ഇതിലായിട്ട് നമുക്ക് 260 വീലാണ് എക്സ്ട്രാ നമുക്ക് കിട്ടും. ഈ 260 വീൽ എക്സ്ട്രാ കാര്യം എന്താണ്? 4 വീലേഴ്സിൻ്റെ എന്ത് ചെയ്തിട്ടില്ല? 2 വീല് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പം 4 വീലേഴ്സിൻ്റെ എക്സ്ട്രാ ഉള്ള 2 വീലാണ് എന്തെന്ന് പറയുന്നത്? 260 എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് 4 വീലേഴ്സ് എത്ര ആയിരിക്കും? 260/2 എത്ര കിട്ടും നമുക്ക്? 130 എന്ന് കിട്ടും. സോ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് 4 വീലേഴ്സ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്പർ ഓഫ് 4 വീലേഴ്സിൻ്റെ എണ്ണം നമുക്ക് എത്ര കിട്ടി? 130 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഞാൻ ഒന്നും കൂടെ പറയാം. 280 വെഹിക്കിൾസ് ഉണ്ട്. അതിൽ ചിലത് 2 വീലേഴ്സാണ്, ചിലത് 4 വീലേഴ്സാണ്. ആകെ മൊത്തം വീലുകൾ എത്രയാണ്? 820 ആണ് ആകെ മൊത്തം വീലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? അവിടെയുള്ള വണ്ടികളെല്ലാം 2 വീലേഴ്സ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ വണ്ടികളും 2 വീലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 280 വണ്ടികൾക്കും കൂടി മൊത്തത്തിൽ എത്ര വീലേ പാടുള്ളൂ? 560 വീല് മാത്രമേ പാടുള്ളൂ. പക്ഷേ 560 വീലല്ല, എത്രയാണ്? 820 വീല് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എത്ര വീലുണ്ട്? എക്സ്ട്രാ നമുക്ക് 260 വീലാണുള്ളത്. ഈ എക്സ്ട്രാ 260 വീലിനുള്ള കാരണം എന്താണ്? 4 വീലേഴ്സിൻ്റെ എന്ത് ചെയ്തിട്ടില്ല?
എക്സ്ട്രാ ഉള്ള ആ 2 വീൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. സോ നമുക്ക് മനസ്സിലായി ആ എക്സ്ട്രാ 2 വീൽസ് ആണ് എന്തായിട്ട് മാറിയേക്കുന്നത്, ഈ 260 എക്സ്ട്രാ കിട്ടിയേക്കുന്നത്. സോ ഒരു 4 വീലർക്ക് 2 എക്സ്ട്രാ ഉണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത് 260. സോ നമ്പർ ഓഫ് 4 വീലേഴ്സ് എത്രയാണ്, 260/2 130 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും 2 വട്ടം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കണം ഉറപ്പായിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്, അതാണ് നിങ്ങൾ ആരും ഡൗട്ട് ചോദിക്കാത്തതെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടൈപ്പ് 11 തീർന്നു. ടൈപ്പ് 11 എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. ടൈപ്പ് 11 നമുക്ക് എന്താ പല രീതിയിൽ ഇതുകൂട്ടാണ്. ടൈപ്പ് 11 വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പറയുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം ഒരെണ്ണം തെറ്റ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ. അപ്പോൾ ടൈപ്പ് 12 നമുക്ക് പോവാം. ടൈപ്പ് 12 ഓക്കെ ആണോ? ടൈപ്പ് 12 നമ്മൾ മൂവ് ചെയ്യുന്നു. ടൈപ്പ് 12 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഇൻക്രീസസ് ബൈ 12.5%. എന്ത് ചെയ്യുന്നു, ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്ര കൂടുന്നു, 12.5% കൂടുന്നു. ബട്ട് ദ ബ്രെഡ്ത്ത് ഡിക്രീസസ് ബൈ 20%. ബ്രെഡ്ത്ത് എത്ര കുറയുന്നു, 20% ആയിട്ട് കുറയുന്നു. ഹൗ മച്ച് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ വിൽ ചേഞ്ച്. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാവും എന്നാണ് നമ്മുടെ ചോദ്യം. റെയിൽവേക്കും SSCക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 12.5% കൂടുന്നു, ബ്രെഡ്ത്ത് എത്ര കുറയുന്നു, 20% കുറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്തെന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. സോ എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്, ലെങ്ത് എത്രയാണ്, 12.5% ആണ് അല്ലേ. 12.5% എവിടെ കണ്ടാലും നമുക്കറിയാം എന്താണ്, 1/8 ആണ്. എന്ത് ചെയ്യാണ്, 12.5% ഇൻക്രീസ് ആവുകയാണ് അല്ലേ. അപ്പം ആദ്യമേ ലെങ്ത് 8 ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ 12.5% ആയിട്ടുള്ള 8ൻ്റെ 12.5% എത്രയാണ്, 1 കൂടിയിട്ട് എത്ര ആവുന്നു, 9 ആവുന്നു. ഇനി പറഞ്ഞേക്കുന്നത് എന്താ, ബ്രെഡ്ത്ത് എത്രയാ, 20%. 20% പറഞ്ഞാൽ എത്രയാ, 1/5. 20% എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുത്തു, മൈനസ് കൊടുത്തു. അപ്പോൾ ഇനിഷ്യൽ ബ്രെഡ്ത്ത് 5 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% എത്രയാ, 1 ആണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് 5 കുറഞ്ഞിട്ട് എത്ര ആയും, 4 ആവും. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 8 × 5 എത്രയാ, 40. 9 × 4 എത്രയാ, 36. അപ്പോൾ 40 ഉണ്ടായിരുന്ന ഏരിയ എത്രയായിട്ട് മാറി, 36 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എത്ര യൂണിറ്റ് കുറഞ്ഞു, 4 യൂണിറ്റ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, പെർസെൻറ്റേജ് ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ ചേഞ്ച് എത്രയാണ്, 4. നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് പറയുന്നത് എപ്പോഴും എന്താ, ഇനിഷ്യൽ വാല്യൂ ആയിട്ട്. ഇനിഷ്യലി എത്രയായിരുന്നു ഏരിയ, 40 നിന്നുമാണ് 4 യൂണിറ്റ് കുറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, എത്ര ശതമാനം കുറഞ്ഞു എന്ന്. അപ്പോൾ 40 നിന്നും 4 കുറഞ്ഞു. സോ നമ്മൾ നോക്കുന്നു 4 എന്ന് പറയുന്നത് 40ൻ്റെ എത്ര ശതമാനമാണ്. അപ്പം 4 എത്ര പോവും, 10 പോവും. എത്ര കിട്ടും നമുക്ക്, 10% എന്തായി, ഡിക്രീസ് ആയി എന്ന് നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? ഒന്നും കൂടെ ഞാൻ പറയാം. നോക്കിക്കേ, നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നു ലെങ്ത് എന്ത് ചെയ്യുന്നു, 12.5% കൂടുന്നു. അപ്പോൾ നമ്മൾ ലെങ്ത് എത്ര എടുക്കും, നമുക്കറിയാം 12.5% എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ ഇനിഷ്യൽ ലെങ്ത് 8 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 12.5% ആയിട്ടുള്ള 1 കൂടിയിട്ട് ലെങ്ത് 8ൽ നിന്ന് എത്ര ആയിട്ട് മാറും, 9 ആയിട്ട് മാറും. അതേ സമയത്ത് ബ്രെഡ്ത്ത് എന്ത് ചെയ്യുന്നു, 20% എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/5 ആണ്. അപ്പോൾ 5 ആണ് ബ്രെഡ്ത്ത് എങ്കിൽ അത് അതിൻ്റെ 20% 1 കുറഞ്ഞിട്ട് എത്ര ആവുന്നു, 4 ആവുന്നു. നേരത്തെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റിനകത്ത് ഏരിയ എന്തായിരുന്നു, കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഇവിടെ ഏരിയ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഏരിയയിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ ലെങ്തും ഇനിഷ്യൽ ബ്രെഡ്ത്തും ഉണ്ട്. സോ ഇനിഷ്യൽ ലെങ്തും ഇനിഷ്യൽ ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആദ്യമേ ഉണ്ടായിരുന്ന ഏരിയ നമുക്ക് കിട്ടും. ആദ്യമേ ഉണ്ടായിരുന്ന ഏരിയ എത്രയാണ്, 40 എന്ന് കിട്ടും. ഇപ്പോൾ എത്രയാണ്, ലെങ്ത് എത്രയാണ്, 9, ബ്രെഡ്ത്ത് എത്രയാണ്, 4. സോ എത്ര കിട്ടും നമുക്ക്, ഏരിയ 36 കിട്ടും. അപ്പം 40 ഉണ്ടായിരുന്ന ഏരിയ എത്ര ആയിട്ട് മാറി, 36 ആയിട്ട് മാറി. അപ്പോൾ എത്ര യൂണിറ്റ് കുറഞ്ഞു, 4 യൂണിറ്റ് കുറഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പെർസെൻറ്റേജ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ്, 4/40 × 100, 10% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണോ എന്ന് നോക്ക്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ,
ആ എല്ലാ ടൈപ്പും തമ്മിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയൊന്നും എഴുതി നമ്മൾ സമയം കളയണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും സമയം കളയുന്നത്. അല്ലെങ്കിൽ നമുക്ക് 8, 9 എഴുതി 5, 4 കഴിഞ്ഞ് 40, 36 കിട്ടും. അവിടുന്ന് 4 പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, 10% എന്നുള്ള ആൻസർ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പരിചയപ്പെട്ട് വരണം. അതിന് ചെയ്യേണ്ടത്, ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടുന്ന PDF നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഇരുന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യുക. പെർസെൻറ്റേജ് പഠിച്ചോ, അരിത്തമാറ്റിക് നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ചെയ്താട്ടെ. The price of a sugar increases by 15%. ഷുഗറിൻ്റെ പ്രൈസ് എത്ര കൂടുന്നു, 15% കൂടുന്നു. ബട്ട് ദ കൺസപ്ഷൻ ഇൻക്രീസസ് ബൈ 25%. കൺസപ്ഷൻ എത്ര കൂടുന്നു, 25% കൺസപ്ഷൻ കൂടുന്നു. ദെൻ ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വിൽ ചേഞ്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ എത്ര ചേഞ്ച് ഉണ്ടാവും എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ഇത്രയേ ഉള്ളൂ. പ്രൈസ് ഓഫ് എ ഷുഗർ എത്രയാണ്, പ്രൈസ് ഓഫ് എ ഷുഗർ 15% കൂടുന്നു. കൺസപ്ഷൻ 25% എന്ത് ചെയ്യുന്നു, കൂടുന്നു. പ്രൈസ് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, കൺസപ്ഷൻ കൂടുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടാവും എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. നമുക്ക് പെട്ടെന്ന് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എത്ര പേര് ആൻസർ ചെയ്തു? 4 പേരെ ആൻസർ ചെയ്തോളൂ. 5 പേര് അത് പറ്റൂല കേട്ടോ. നോക്കിക്കേ, സിമ്പിളാണ്. ഓർക്കേണ്ട കാര്യം എന്താ, നമുക്കറിയാം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസംഷനാണ് അല്ലേ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസംഷനാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ, പ്രൈസ് എത്ര കൂടി, 15%. സോ നമുക്ക് എഴുതാം 15% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5% എത്രയാണ്, 1/20 ആണ്. അപ്പോൾ 15% എത്ര ആയിരിക്കും, എത്ര കിട്ടും, 3/20. അപ്പോൾ 20 ഉണ്ടായിരുന്നത് അതിൻ്റെ 15% കൂടി എത്രയായി, 23 അപ്പോൾ എന്ത് സംഭവിച്ചു, കൺസപ്ഷനിലും എന്ത് സംഭവിച്ചു, 25% ഇൻക്രീസ് ആയി. സോ നമുക്കറിയാം 25% എത്രയാണ്, 1/4 ആണ്. അപ്പം 4 ഉണ്ടായിരുന്ന എത്രയായിട്ട് മാറി, 5 ആയിട്ട് മാറി. നേരത്തെ എത്ര മേടിക്കത്തുള്ളൂ, 4 കിലോ. ഇപ്പോൾ എത്ര കിലോ മേടിക്കും, 5 കിലോ മേടിക്കും അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, എക്സ്പെൻഡിച്ചറിലുള്ള ചേഞ്ച്. സോ നമുക്കിവിടെ പ്രൈസ് ഉണ്ട്, 20 രൂപയുടെ സാധനം എത്രയായി, 23 അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ എന്ത്, നേരത്തെ മേടിച്ചുകൊണ്ടിരുന്ന 4 കിലോയുടെ സാധനം എത്രയായി, 5 നമുക്ക് എക്സ്പെൻഡിച്ചറല്ലേ കണ്ടുപിടിക്കേണ്ടേ. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ അല്ലേ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വില ഇൻറ്റു എത്ര എണ്ണം, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ചിലവ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ നേരത്തെ എത്ര രൂപയായിരുന്നു, 80 രൂപ. ഇപ്പോൾ എത്രയായി, 5 3 15 ശിഷ്ടം 1 എത്രയായിട്ട് നമുക്ക് 115. എത്ര കൂടിയിട്ടുണ്ട്, 35 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ആകുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 35 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അപ്പോൾ 0 പോയി. ഇനി നമുക്ക് എന്ത് കിട്ടും, നമുക്കിത് തന്നെ ചെയ്യാം അല്ലേ. 350 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും അല്ലേ. 350 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 8 4 32, ബാക്കി 30 ഉണ്ട്. 30 ആകുമ്പോൾ എത്ര കിട്ടും, 8 3 24 അല്ലേ. അപ്പോൾ തന്നെ നോക്കുക 43 വരുന്ന ഏതേ ഉള്ളൂ, ഇത് മാത്രമേ 43 ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 43 അല്ല കിട്ടുന്നതെന്ന് നമുക്കറിയാം. കാര്യം എന്താ, ബാക്കി റിമൈൻഡർ വരുന്നുണ്ടല്ലേ. റിമൈൻഡർ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഏതെങ്കിലും ഒരു ഡെസിമൽ നമ്പറും കിട്ടും. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ്, നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, പക്ഷേ അപ്രോക്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കാണത്തില്ല, അത് നൺ ഓഫ് ദീസ് ഉണ്ടാകത്തില്ല. അപ്രോക്സിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 43 തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ എന്താണ്, 43 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 43 ആണ്. അപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് 43 ഉള്ളത്. നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്, നൺ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നോക്കിക്കേ. പ്രൈസ് എത്രയാണ്, 20 നിന്നും
അതിൻ്റെ 15% കൂടി 23 ആവുന്നു. കൺസപ്ഷൻ എന്ത് ചെയ്യുന്നു? 4 കിലോ ഉള്ളിടത്ത് അതിൻ്റെ 25% കൂടി എത്ര ആവുന്നു? 5 ആവുന്നു. അപ്പോൾ 80 രൂപ ഉള്ളിടത്ത് ഇപ്പോൾ എത്ര രൂപയ്ക്ക് സാധനം മേടിക്കുന്നത്? 115 രൂപയ്ക്കാണ് സാധനം മേടിക്കുന്നത്. എത്ര രൂപ കൂടുതൽ? 35 രൂപ കൂടുതൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എത്ര ചേഞ്ച് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 350/8 കിട്ടും. അപ്പോൾ 43 പോയിൻറ്റ് സംതിങ്ങിലോട്ട് നമ്മുടെ ആൻസർ എത്തും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 43.3 കിട്ടി. അപ്പോൾ ഓപ്ഷൻ കണ്ട് കൺഫ്യൂഷനായി. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ ആവില്ല. കാര്യം നോക്കിക്കോണം, നമുക്ക് കിട്ടുന്ന എക്സാക്റ്റ് സാധനം ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. കാര്യം റെയിൽവേക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവരിതുപോലെ നൺ ഓഫ് ദീസും തരും, ഒരു സിമിലാരിറ്റി ഉള്ളൊരു സാധനം കൂടെ തരും. അപ്പോൾ നമ്മൾ അവിടെ കൺഫ്യൂസ്ഡ് ആവും. അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവില്ല. നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നൺ ഓഫ് ദീസ് തന്നെ കൊടുക്കാവുള്ളൂ. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. കാര്യം ഇത് റിവ്യൂ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമുക്ക് ചിലപ്പോൾ ഒരു സംശയം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ്. കാര്യം 43 പോയിൻറ്റ് സംതിങ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ബൈ 10%, എന്ത് ചെയ്യുന്നു? പെട്രോളിൻ്റെ പ്രൈസ് 10% കൂടുന്നു. കൺസപ്ഷൻ ഇൻക്രീസസ് ബൈ 15 ലിറ്റേഴ്സ്, കൺസപ്ഷൻ എന്ത് ചെയ്യുന്നു? 15 ലിറ്റേഴ്സ് കൂടുന്നു. ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 950, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നു? 950 കൂടുന്നു. ഇഫ് ദ ഇനിഷ്യൽ കൺസപ്ഷൻ ഈസ് 120 ലിറ്റർ, ഫൈൻഡ് ദ ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതായത് പെട്രോളിൻ്റെ പ്രൈസ് എത്ര കൂടുന്നു? 10% എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, അത് കാരണം എന്ത് ചെയ്തു? കൺസപ്ഷൻ എന്ത് ചെയ്തു? 15 ലിറ്റർ എന്ത് ചെയ്തു? കൂട്ടി. പെട്രോളിൻ്റെ വില കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും? പെട്രോൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ പെട്രോളിൻ്റെ വില 10% കൂടി. 10% കൂടിയിട്ടും കൺസപ്ഷൻ എത്ര കൂടി? 15 ലിറ്റർ കൺസപ്ഷൻ കൂടി. ഈ ഒരു കൺസപ്ഷൻ്റെ കൂടുതൽ കാരണം ചിലവിൽ എത്ര ഇൻക്രീസ് വന്നു? 950 രൂപ എന്ത് ചെയ്തു? ഇൻക്രീസായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരുന്നു ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ? ഇനിഷ്യൽ കൺസപ്ഷൻ 120 രൂപ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇത്രയേ ഉള്ളൂ. പെട്രോളിൻ്റെ പ്രൈസ് 10% കൂടുന്നു. കൺസപ്ഷൻ അത് കാരണം 15 രൂപ കൂടി. അത് കാരണം എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ 950 രൂപ കൂടി. ഇനിഷ്യൽ കൺസപ്ഷൻ 120 രൂപയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ശകലം ഇച്ചിരി പാടുണ്ട ക്വസ്റ്റ്യൻ, പക്ഷേ എളുപ്പമാണ്. 3 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ 1.5 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേ വേണ്ട. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? പെട്രോളിൻ്റെ പ്രൈസ് 10% കൂടി. സോ എനിക്ക് പ്രൈസ് എനിക്ക് എത്ര എഴുതാൻ പറ്റും? നമുക്കറിയാം 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 ആണ് അല്ലേ? അപ്പോൾ ഇനിഷ്യൽ പ്രൈസ് 10 ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ 10% 1 കൂടി എത്ര രൂപയായിട്ട് മാറി? 11 രൂപയായിട്ട് മാറി. കൺസപ്ഷൻ എത്ര കൂടി? 15 ലിറ്റർ. അവിടെ നമുക്ക് ശതമാനത്തിലല്ല തന്നേക്കുന്നത്. എത്രയാണ് പറഞ്ഞേക്കുന്നത്? മുമ്പേ മേടിച്ചുകൊണ്ടിരുന്നതിനേക്കാട്ടിൽ 15 ലിറ്റർ കൂടുതലായി ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇനിഷ്യൽ കൺസപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനിഷ്യൽ കൺസപ്ഷൻ എത്രയാണ്? 120 ആണ് ഇനിഷ്യലി എന്ത് ചെയ്യുന്ന പെട്രോൾ. ഇപ്പോൾ എത്ര കൂടി? 15. അപ്പോൾ നമുക്ക് എത്രയാണ്? 135 അല്ലേ? 120 15 കൂട്ടിയാൽ 135 ആണ്. പക്ഷേ പ്രശ്നം എന്താണ്? നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ റേഷ്യോയിലോട്ട് മാറ്റുന്നു. റേഷ്യോയിലോട്ട് മാറ്റാൻ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 2 10 24 കിട്ടും. 5 2 10 27 അല്ലേ? ഇനി ഒന്നും കൂടെ ചെറുതാക്കുമ്പോൾ 3 വെച്ച് ചെയ്താൽ നമുക്ക് 8 കിട്ടും. 3 വെച്ച് ചെയ്താൽ നമുക്ക് 9 കിട്ടും. സോ കൺസപ്ഷൻ എത്രയായി? ഡൗട്ട് ഉണ്ടോ?
രമ്യ സംശയമുണ്ടോ? ഓക്കെ, കൺസെപ്ഷൻ എത്രയായി? 8-ൽ നിന്നും 9 മാറി അല്ലേ? ക്ലിയർ അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന കൺസെപ്ഷൻ്റെയും പ്രൈസിൻ്റെയും ഒക്കെ പെർസെൻറ്റേജ് ഇൻക്രീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുള്ളൂ? പ്രൈസിൻ്റെ മാത്രം പെർസെൻറ്റേജ് ഇൻക്രീസ് തന്നേക്കുന്നു. കൺസെപ്ഷൻ എന്ത് ചെയ്യുന്നു? റിയൽ കൺസെപ്ഷൻ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 120 മേടിച്ചുകൊണ്ടെടുത്ത് 135. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 120-നെ 135-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? റേഷ്യോ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അപ്പോൾ നമുക്ക് കൺസെപ്ഷനായി 8-ൽ നിന്ന് 9. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാം. എക്സ്പെൻഡിച്ചർ എത്രയാണ്? ഇനിഷ്യലി 80 ആണ്, ഇപ്പോൾ എത്രയാണ്? 99 അല്ലേ? നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താ? ഇത് കാരണം എക്സ്പെൻഡിച്ചർ എത്ര കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നത്? 950 യൂണിറ്റ് കൂടിയെന്നാണ്. പക്ഷേ നമ്മളിവിടെ നോക്കിയപ്പോൾ എത്ര കൂടിയേക്കുന്നത്? 80 ആണ് ഇനിഷ്യലി, ഇപ്പോൾ എത്രയാണ്? 99. അപ്പോൾ എത്ര കൂടിയിട്ടുള്ള? 19 യൂണിറ്റ് ആണ് കൂടിയിട്ടുള്ളത്. പക്ഷേ ആസ് പെർ ദ ക്വസ്റ്റ്യൻ 19 യൂണിറ്റ് അല്ല, എത്രയാണ്? 950 ആണ്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില എത്രയാണ്? എക്സിൻ്റെ വില 50 ആണ്. എക്സിൻ്റെ വില നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് ചോദിച്ചത്. ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 80 ആണോ? അല്ല, 80-ൻ്റെ എത്ര മടങ്ങ്? 50 മടങ്ങ്. സോ നമുക്ക് എത്ര കിട്ടും? 8×5 40, ബാക്കി 2 0, 4000 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 4 പേർക്ക് 4000 ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രൈസ് എത്ര കൂടുന്നു? 10% കൂടുന്നു. അതായത് പ്രൈസ് 10-ൽ നിന്നും എത്രയായിട്ട് മാറുന്നു? 11 മാറുന്നു. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നു കൺസപ്ഷൻ 120 മേടിച്ചുകൊണ്ടിരുന്നിടത്ത് എത്ര കൂടി? 15 കൂടി. അപ്പോൾ 120 എന്നുള്ളത് 135 മാറി. അപ്പോൾ അതിനെ നമ്മൾ റേഷ്യോയിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8-ൽ നിന്നും കൺസപ്ഷൻ എത്രയായിട്ട് മാറി? 9 മാറി. അപ്പോൾ 8-ൽ നിന്നും കൺസപ്ഷൻ 9 മാറി. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ എത്ര കിട്ടും? 10 രൂപയുടെ സാധനം 8 എണ്ണം മേടിച്ചു. അപ്പോൾ എത്ര രൂപ? 80 രൂപ. 11 രൂപയുടെ സാധനം എത്ര എണ്ണം മേടിച്ചു? 9 എണ്ണം മേടിച്ചു. അപ്പോൾ എത്ര രൂപ? 99 രൂപ. അപ്പോൾ 80 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ എത്ര കൊടുക്കുന്നത്? 99 രൂപ. അതായത് 19 രൂപയും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ആസ് പെർ ദ ക്വസ്റ്റ്യൻ എക്സ്ട്രാ കൊടുത്തത് 19 രൂപയാണോ? അല്ല, 950 ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ എഴുതിയേക്കുന്ന എല്ലാം എന്താണ്? റേഷ്യോ ആണ്. ഇത് 80x, ഇത് 99x, ഇത് എത്രയാണ്? 19x. അപ്പോൾ 19x എന്ന് പറയുന്നത് എത്രയാണ്? 950 ആണ്. ദെയർഫോർ എക്സിൻ്റെ വില എത്ര കിട്ടും? 50. അപ്പോൾ നമുക്ക് മനസ്സിലായി 19 അല്ല, 19-ൻ്റെ 50 മടങ്ങ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇനിഷ്യൽ ഉള്ള എക്സ്പെൻഡിച്ചർ. ഇനിഷ്യലി എത്ര എക്സ്പെൻഡിച്ചർ? 80x ആണ്. സോ എക്സിൻ്റെ വിലയായിട്ടുള്ള 50 ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4000 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ നമുക്ക് കിട്ടും. അല്ലാതെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉറപ്പായിട്ടും 30 സെക്കൻഡ്സിൽ താഴെ സമയം മാത്രം മതി. പക്ഷേ എന്തറിയണം? പെട്ടെന്ന് തന്നെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷനും ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജും നമുക്ക് ചെയ്യാൻ അറിയണം. എന്നിട്ട് ഈ പറയുന്ന ഒരു പെർസെൻറ്റേജും ഫ്രാക്ഷനും തമ്മിലുള്ള ഈ റിലേഷനും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഓൺ ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ? ഡൗട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. Okay, question number 4. The price of entry ticket of a theatre increased by ₹60. എന്ത് ചെയ്തു? ഒരു തിയേറ്ററിലെ എൻട്രി ടിക്കറ്റിൻ്റെ പ്രൈസ് എത്ര കൂടി? 60 രൂപ കൂടി. ബട്ട് ദ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഡിക്രീസസ് ബൈ 20%. ഓക്കെ, ആ ഒരു വർധനവ് കാരണം എന്ത് സംഭവിച്ചു? വിസിറ്റേഴ്സിൻ്റെ എണ്ണം എത്ര കുറഞ്ഞു? 20% കുറഞ്ഞു. അത് കാരണം ടോട്ടൽ റവന്യൂ ഇൻക്രീസസ് ബൈ 88,000. പക്ഷേ എന്നാൽ എന്ത് സംഭവിച്ചു? അവിടുത്തെ ആകെ വരുമാനം ഈ ഒരു സാഹചര്യം ഉണ്ടായാലും എത്ര കൂടി? 8,000 രൂപ കൂടി. ഇഫ് ദ ഇനിഷ്യൽ പ്രൈസ് ഓഫ് ടിക്കറ്റ് ഈസ് 120, ടിക്കറ്റിൻ്റെ ഇനിഷ്യൽ പ്രൈസ് 120 രൂപയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അല്ലെങ്കിൽ ഇനിഷ്യൽ റവന്യൂ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അതായത് എന്ത് ചെയ്തു? ഒരു തിയേറ്ററിൻ്റെ എൻട്രി ടിക്കറ്റ് 60 രൂപ കൂടി. അത് കാരണം വിസിറ്റേഴ്സിൻ്റെ എണ്ണം 20% കുറഞ്ഞെങ്കിലും വരുമാനത്തിൽ എത്രയുടെ വർധനവുണ്ടായി? 8,000-ൻ്റെ വർധനവുണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് തിയേറ്ററിലെ ഇനിഷ്യൽ റവന്യൂ അല്ലെങ്കിൽ ഇനിഷ്യലി കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം എത്രയാണ്? ഇനിഷ്യൽ പ്രൈസ് ഓഫ് ദ ടിക്കറ്റ് 120 രൂപയാണെന്നുണ്ടെങ്കിൽ. ആൻസർ ചെയ്താട്ടെ, എല്ലാവരും ആൻസർ ചെയ്യണേ. ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന 15 പേരും ഇതിൻ്റെ പോൾ ആൻസർ ചെയ്യണം. കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് വരും. ഓക്കെ, ഇപ്പോൾ 4 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യുക. നമ്മുടെ ഈ വർക്ക് ഷീറ്റ് നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മാത്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ചെയ്താട്ടെ. 7 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുക.
ഓക്കെ, പോളണ്ടിയാണ്. നോക്കാം. എൻട്രി ടിക്കറ്റ് എത്ര കൂടുന്നു? 60 റുപ്പീസ് അല്ലേ? അപ്പോൾ നമുക്ക് ഇനിഷ്യലി ഉണ്ട്. ഇനിഷ്യലി എത്രയാണ്? 120 രൂപയുടെ സാധനം 60 രൂപ കൂടി 150. റേഷ്യോ എഴുതുമ്പോൾ എത്ര കിട്ടും? 60-ൽ 2, 60-ൽ 3. സോ എനിക്ക് മനസ്സിലായി പ്രൈസ് എത്രയാണ്? 2-ൽ നിന്നും എത്രയായിട്ട് മാറി? 3 മാറി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? വിസിറ്റേഴ്സിൻ്റെ എണ്ണം 20% ഡിക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 1/5 ആണ്. അപ്പോൾ ഇനിഷ്യലി വിസിറ്റേഴ്സ് 5 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% ആയിട്ടുള്ള 1 കുറഞ്ഞിട്ട് എത്രയായിട്ട് മാറി? 4 മാറി. അപ്പം പ്രൈസും വിസിറ്റേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റവന്യൂ കണ്ടുപിടിക്കാം. റവന്യൂ എത്രയാണ്? 10 രൂപ കിട്ടിയെടുത്ത് ഇപ്പോൾ എത്ര രൂപ കിട്ടുന്നത്? 12 രൂപ. അപ്പോൾ എത്ര രൂപ കൂടുതൽ? 2 രൂപ കൂടുതൽ. പക്ഷേ 2 രൂപയാണോ കൂടുതൽ? അല്ല. എത്രയാണ് കൂടുതൽ? 8000 റുപ്പീസാണ് കൂടുതൽ. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇനിഷ്യൽ റവന്യൂ. ഇനിഷ്യൽ റവന്യൂ എത്രയാണ്? 10. 10 അല്ല, 10ൻ്റെയും 4000 മടങ്ങ് എത്ര കിട്ടും നമുക്ക്? 40,000 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? എത്ര സെക്കൻഡ് എടുത്തു? ഞാനിപ്പോൾ ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നു 20 സെക്കൻഡ് താഴെ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ? നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷേ എന്ത് മനസ്സിലാക്കണം? ഈ ഒരു കാര്യം നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? 8 പേര് ആൻസർ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഓക്കെ, അല്ല 7 പേര് കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഒരാൾ തെറ്റിച്ചു, ഓപ്ഷൻ ബി തെറ്റിച്ചു. ഓക്കെ, കാര്യം ഒരാൾ എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോഴത്തെ റവന്യൂ കണ്ടുപിടിച്ചു. നമ്മൾ ചോദിച്ചേക്കുന്നത് ഇപ്പോഴത്തെ റവന്യൂ അല്ല, ഇപ്പോഴത്തെ റവന്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 48,000 എന്ന് പറയുന്നത്. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാവുന്നതിന് മുമ്പുള്ളതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 4000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. If the price of petrol increases by 20% and expenditure increases by 10%, ഓക്കെ, എന്ത് ചെയ്യുന്നു? പെട്രോളിൻ്റെ പ്രൈസ് 20% കൂടുന്നു, എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നു? 10% എക്സ്പെൻഡിച്ചർ കൂടുന്നു. ദെൻ ഫൈൻഡ് ഹൗ മച്ച് പെർസെൻറ്റേജ് കൺസപ്ഷൻ വിൽ ചേഞ്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസപ്ഷനിൽ എന്തുമാത്രം ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്? ക്വസ്റ്റ്യൻ സ്ലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞേക്കുന്നത്? പെട്രോളിൻ്റെ പ്രൈസ് 20% കൂടുന്നു, അത് കാരണം എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നു? 10% എക്സ്പെൻഡിച്ചർ കൂടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസപ്ഷനിൽ ഉണ്ടായ ചേഞ്ച് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ചെയ്യാൻ പറ്റുന്നൊന്ന് ട്രൈ ചെയ്തേ. ആറ് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ സംഗതി. എന്താ പറഞ്ഞേക്കുന്നത്? പെട്രോളിൻ്റെ പ്രൈസ് 20% കൂടിയല്ലേ? അപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5. അപ്പോൾ പ്രൈസ് എത്രയായി? 5-ൽ നിന്നും അതിൻ്റെ 20% കൂടിയിട്ട് എത്രയായിട്ട് മാറി? 6 മാറി. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? എക്സ്പെൻഡിച്ചറാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. എക്സ്പെൻഡിച്ചർ എത്രയാണ്? 10% കൂടി. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 ആണ്. അപ്പോൾ 10-ൽ നിന്നും എത്രയായിട്ട് മാറി? 11 മാറി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കൺസപ്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൺസപ്ഷൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസപ്ഷൻ എക്സിൽ നിന്നും വൈ ആയി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. കുഴപ്പമുണ്ടോ? നേരത്തെ നമുക്ക് കൺസപ്ഷൻ തരുമായിരുന്നു, അവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെൻഡിച്ചർ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്താണ്? നമുക്ക് പ്രൈസും തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്, പക്ഷേ എന്ത് തന്നിട്ടില്ല? കൺസപ്ഷൻ തന്നിട്ടില്ല. സോ ഞാൻ എന്ത് ചെയ്തു? കൺസപ്ഷൻ എക്സ് നേരത്തെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയായിട്ട്? എക്സ് നേരത്തെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്? വൈ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? പ്രോഡക്റ്റ് ഇൻറ്റു കൺസപ്ഷൻ അല്ലേ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
5x ആണെന്തെന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ x എത്ര കിട്ടും? 10/5 എന്ന് കിട്ടും. സിമിലർലി 6y ആണെന്തെന്ന് പറയുന്നത് 11 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് y എത്ര കിട്ടും? 11/6 എന്ന് കിട്ടും. അപ്പോൾ x എത്രയാണ്? 10. x എത്രയാണ്? 10/5. x എത്രയാണ്? 10/5. y എത്രയാണ്? 11/6. അപ്പോൾ ഇതാണ് നേരത്തെ 10/5 ഇനിഷ്യലി കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയാണ്? 11/6 ആണ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്നത്. സോ ഇത് രണ്ടിനെയും ഫ്രാക്ഷനിൽ നിന്ന് ഇൻറ്റിജർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? 30 കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായി? ഇവിടെ 6 പോയി, അപ്പോൾ എത്രയായി? 60 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 5 പോയി, 55. അപ്പോൾ എനിക്ക് മനസ്സിലായി കൺസപ്ഷൻ നേരത്തെ 60 ഉണ്ടായിരുന്ന എത്രയായിട്ട് മാറി? 55 എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, അപ്പോൾ 60 ഉള്ള കൺസപ്ഷൻ എത്രയായിട്ട് കുറഞ്ഞു? 5 കുറഞ്ഞു. പക്ഷേ എൻ്റെ ചോദിച്ചേക്കുന്നത് എന്താ? പെർസെൻറ്റേജിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്ര യൂണിറ്റാണ് കുറഞ്ഞേക്കുന്നത്? 5 യൂണിറ്റാണ് കുറഞ്ഞേക്കുന്നത്. സോ 5/60 ഇൻറ്റു എത്രയാണ്? 100. അപ്പോൾ 5 എത്ര പോവും? 5 എത്ര പോവും? 12. അപ്പോൾ നമുക്കറിയാം 1/12 ഇൻറ്റു 100 എവിടെ കണ്ടാലും അതെന്താണ്? 8.33% ആണ്. 5 പേര് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 8.33. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രൈസ് എത്രയാണ്? 20% എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ 5 നിന്ന് എത്രയായിട്ട് കൂടുന്നു? 6 കൂടുന്നു. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയായി? 10 നിന്നും എത്രയായി? 11 നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? കൺസപ്ഷനിലുള്ള ചേഞ്ച്. കൺസപ്ഷൻ ഞാൻ എത്ര എടുത്തു? എക്സ് എടുത്തു. എക്സിൽ നിന്ന് എത്രയായിട്ട് മാറി? y ആയിട്ട് മാറി. അപ്പോൾ എനിക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്താ മാർഗ്ഗം? ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താ? പി ഇൻറ്റു അല്ലെങ്കിൽ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമുക്ക് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x ഈക്വൽ എത്രയായിട്ട് നമുക്ക് 10/5 കിട്ടും. സിമിലർലി 6 ഇൻറ്റു y ആണെന്ന് പറയുന്നത് 11 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് y എന്ത് കിട്ടും? 11/6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 10/5 11/6 കിട്ടി. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ വെച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രാക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന 5ഉം 6ഉം വെട്ടി പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 30 കൊണ്ട് 2 എടുത്ത് മൾട്ടിപ്ലൈ എടുത്തു. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ കൺസപ്ഷൻ 60 കിട്ടി. ഇപ്പോൾ എത്രയാണ്? 55. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60 ഉണ്ടായിരുന്ന എത്രയായിട്ട് മാറി? 55 മാറി. എത്ര യൂണിറ്റ് കുറഞ്ഞു? 5 യൂണിറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ 5 60ൻ്റെ എത്ര ശതമാനം നോക്കുന്നു? എത്ര ശതമാനമാണ്? 8.33% ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ആ ഒരു മെത്തേഡും കൂടെ ഞാൻ പറയാം. 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്നോ? അതായത് നോക്കിക്കേ, എനിക്ക് കിട്ടിയേക്കുന്ന എന്താണ്? എനിക്ക് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ വില എത്രയാണ്? എക്സിൻ്റെ വില എന്ന് പറയുന്നത് 10/5 ആണ്. ഇനി വൈൻ്റെ വില എത്രയാണ്? 11/6 ആണ്. ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇനിഷ്യൽ കൺസപ്ഷൻ മൈനസ് ഫൈനൽ കൺസപ്ഷൻ അല്ലേ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഫ്രാക്ഷൻ ഒഴിവാവണേ എന്ത് ചെയ്യണം? 5ഉം വെട്ടിപ്പോണം, 6ഉം വെട്ടിപ്പോണം. അപ്പോൾ 5ഉം 6ഉം വെട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ട് ഈ 5ഉം 6ഉം വെട്ടിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 5ഉം 6ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നമ്പർ വേണം. 30 എടുക്കാം, 60 എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ എന്തെടുത്തു? 30 എടുത്തു. 30 എടുക്കുമ്പോൾ ഈ ഫ്രാക്ഷൻ എത്രയായിട്ട് മാറും? 60 മാറും. ഈ ഫ്രാക്ഷൻ എത്രയായിട്ട് മാറും? 55 മാറും. അങ്ങനെ ഈ പറയുന്ന ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്? ഈ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഈ 30 എന്താണ്? 5 കൊണ്ടും 6 കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നമ്പർ. അത് ചിലപ്പോൾ LCM ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ 5ൻ്റെ 6നെ കോമൺ മൾട്ടിപ്പിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? ഇത് ഒരു രീതി. ഇനി അടുത്തൊരു രീതി നമുക്ക് നോക്കാം. സെക്കൻഡ് മെത്തേഡ് നോക്കിക്കേ. സെക്കൻഡ് മെത്തേഡും സെയിം തന്നെ മെത്തേഡാണ്. അപ്പോൾ പ്രൈസ് എത്രയാണ്? 20% ഇൻക്രീസ് ആവണം. അപ്പോൾ ഞാൻ ഈ പ്രൈസ് എഴുതുന്നുള്ളൂ. എത്ര ആവും? 5ൽ നിന്നും അതായിട്ട് മാറും, 6 മാറും. കൺസപ്ഷൻ എത്രയാണ്? എക്സിൽ നിന്നും y. കാര്യം എനിക്ക് പറഞ്ഞിട്ടില്ല. കാര്യം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കൺസപ്ഷനിലുള്ള ചേഞ്ചാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് എക്സ്പെൻഡിച്ചർ എനിക്ക് അറിയാം. എത്രയാണ്? 10% കൂടുന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ഉം എത്രയാണ്? 11. ഇനി ഒരു മാർഗ്ഗമുണ്ട്. എനിക്ക് എക്സിൻ്റെ വില വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ താഴെ കിടക്കുന്ന നമ്പർ കൊണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും എനിക്ക്? നമ്മളതിനെ ഫ്രാക്ഷൻ ഒന്നും ആക്കാൻ പോകണ്ട. എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ വൈൻ്റെ വിലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? വൈൻ്റെ താഴെ കിടക്കുന്ന നമ്പർ, വൈൻ്റെ താഴെ എത്രയാണ്? 11. ആ 11 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് y എത്ര കിട്ടും? 55. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? നേരത്തെ ചെയ്ത് അത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. കാര്യം എക്സിൻ്റെ വില വേണമെങ്കിൽ എക്സിൻ്റെ താഴെ കിടക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യുക? അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. y വേണമെന്നുണ്ടെങ്കിൽ വൈൻ്റെ താഴെ കിടക്കുന്നതിന് എന്ത് ചെയ്യുക? അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ, എക്സ് എന്താണ്? ഇനിഷ്യൽ കൺസപ്ഷൻ, y എന്താണ്? ഫൈനൽ കൺസപ്ഷൻ. അപ്പോൾ 60ൽ നിന്നും എത്രയായിട്ട് കുറഞ്ഞു? 5 കുറഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ചേഞ്ച് ഇൻ കൺസപ്ഷൻ. ചേഞ്ച് ഇൻ കൺസപ്ഷൻ എത്രയാണ്? 5/60
ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/12 ഇൻറ്റു 100. 1/12 ഇൻറ്റു 100 എത്രയാണ്? 8.33%. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? അറിയാത്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിൽ എഴുതണം. അറിയാത്ത വാല്യൂ സെക്കൻഡ് റോയിൽ എഴുതിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു ടെക്നിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 ഇൻറ്റു എക്സ് എടുത്തിട്ട് അവിടുന്ന് ഫ്രാക്ഷനെ എഗെയിൻ നമ്മൾ LCM അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റിജർ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? പക്കായിട്ട് മനസ്സിലായോ? മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യണോ? സെക്കൻഡ് മെത്തേഡ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത്രയും ഓർത്തിരുന്നാൽ മതി. സെക്കൻഡ് മെത്തേഡിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? എക്സിൻ്റെ വില വേണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ താഴെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. വൈൻ്റെ വില വേണമെന്നുണ്ടെങ്കിൽ വൈൻ്റെ താഴെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ? ക്ലിയർ, പക്ക ക്ലിയർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ദ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് ബൈ 25%. എന്ത് ചെയ്യുന്നു? ഷുഗറിൻ്റെ പ്രൈസ് 25% കൂടുന്നു. ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ദ കൺസപ്ഷൻ ഈസ് ഇൻക്രീസ്ഡ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസപ്ഷൻ എത്ര ശതമാനമാണ് ഇൻക്രീസ് ചെയ്യുന്നത്? സോ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 20% ഓൺലി. എക്സ്പെൻഡിച്ചർ എത്ര കൂടണം? 20% കൂടണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ, നിങ്ങൾ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പക്കായിട്ട് ഫോക്കസ് ചെയ്യുക. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദേ വരുന്ന ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. ഷുഗർ എത്ര കൂടുന്നു? 25% കൂടുന്നു. അത് കാരണം കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സോ എക്സ്പെൻഡിച്ചർ എത്ര? 20% ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കൺസപ്ഷനിൽ എത്ര ചേഞ്ച് ആണ് ഉള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചാട്ടെ. ആൻസർ വരേണ്ട സമയമായി. ആക്ച്വലി 13 seconds ആയി. ഓ, ഓപ്ഷൻ ഇല്ല അല്ലേ? സോറി, നിങ്ങൾ ആൻസർ ചെയ്തു. ഞാൻ ഓപ്ഷൻ ഉണ്ട് എന്നാണ് വിചാരിച്ചത്. ഓക്കെ, പ്രൈവറ്റായിട്ട് ആൻസർ ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോക്കാം. വിസ്മയ ആൻസർ ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ആൻസർ ചെയ്തു. ശ്രീകല ആൻസർ ചെയ്തു. ഗുഡ്. ബാക്കിയുള്ള ആൻസേഴ്സ് വരട്ടെ. പ്രൈവറ്റായിട്ട് ആൻസർ ചെയ്യുള്ളൂ. പ്രൈവറ്റ്. എനിക്കറിയാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പോ PC-യോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലാപ്ടോപ്പിലോ PC-യിലോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കായിട്ട് ചാറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആരോമലൊന്ന് നോക്കണേ. ഓക്കെ, നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സംശയം മൊത്തം ദൂരീകരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പേടിക്കേ വേണ്ട. ഓക്കെ, ദെൻ പ്രാക്ടീസ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, ഞാനപ്പോൾ ചെയ്യാം. നോക്കിക്കേ, സിമ്പിളായിട്ട് ചെയ്യാം. ഞാനിനി പെട്ടെന്ന് എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോ. ഷുഗറിൻ്റെ പ്രൈസ് 25% കൂടി. അപ്പോൾ എനിക്ക് മനസ്സിലായി 4 നിന്ന് എത്രയായി? 5 ആയി. കൺസപ്ഷൻ എക്സിൽ നിന്നും Y അല്ലേ? അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്ര കൂടി? 20%. എത്രയാണ്? 5-ൽ നിന്നും 6 ആയി. അവിടെ നിന്ന് എനിക്ക് എക്സ് മനസ്സിലായി എത്രയാണ്? 25. Y എനിക്ക് മനസ്സിലായി എത്രയാണ്? 24. സോ എത്രയാണ്? 1. അപ്പോൾ എത്ര കിട്ടും? 1/25 ഇൻറ്റു 100 എത്ര കിട്ടും? 4%. സിമ്പിളായിട്ട് ആൻസർ കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. വേറൊന്നും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ് സ്റ്റെപ്സ് ഞാനിങ്ങനെ എഴുതി കാണിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇത്രയും മാത്രമേ നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിക്കാവുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ പോകില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എത്ര സെക്കൻഡ്സ് വേണ്ടി വരും? 10 seconds. 10 secondsൽ ഈ ഒരു ടഫ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് തീരുന്നതായിരിക്കും. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? പക്ക ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ പ്രൈസ് ഓഫ് ഷുഗർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഷുഗറിൻ്റെ പ്രൈസ് 20% കൂടി. ബൈ ഹൗ മച്ച് കിലോഗ്രാം ഓഫ് കൺസപ്ഷൻ ഈസ് ഇൻക്രീസ്ഡ് സോ ദാറ്റ് എക്സ്പെൻഡിച്ചർ വിൽ
increase by 5%, okay, will increase ആണേ, will increase by 5% only when he originally consumes 240 kilogram sugar. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഷുഗറിൻ്റെ പ്രൈസ് 20% കൂടി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കിലോഗ്രാം കൺസപ്ഷൻ ആണ് കൂടിയത്, എത്ര കിലോഗ്രാം? നേരത്തെ നമ്മൾ ചോദിച്ചത് എന്താണ്, എത്ര പെർസെൻറ്റേജ്. ഇപ്പം ഇവിടെ ചോദിക്കുന്നത് എന്താണ്, എത്ര കിലോഗ്രാം കൂടി. എക്സ്പെൻഡിച്ചർ 5% ഇൻക്രീസ് ചെയ്തതെങ്കിൽ ഒറിജിനലി 240 കിലോ ഷുഗർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്തോട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോട്ടെ, ക്വസ്റ്റ്യൻ അത് തന്നെയാണോ എന്നുള്ളത്, ചെറിയ ഡൗട്ടുണ്ട്. നിങ്ങൾ പോൾ വരുന്നതുകൊണ്ട് ചെയ്യുക കേട്ടോ, എന്തായാലും നൺ ഓഫ് ദീസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നോ പ്രോബ്ലം. ആൻസർ ചെയ്തു. അത് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ദ പ്രൈസ് ഓഫ് ഷുഗർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ബൈ ഹൗ മച്ച് കിലോഗ്രാം ഓഫ് കൺസപ്ഷൻ ഈസ് ഇൻക്രീസ്ഡ് സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ് ആണേ. എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ്. എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ് ബൈ 5% ഓൺലി വെൻ ഹി ഒറിജിനലി കൺസ്യൂംസ് 240 കിലോഗ്രാം. ചെയ്താട്ടെ, ആൻസർ ചെയ്താട്ടെ. ആൻസർ ആരുടെയും വന്നില്ല. ഇനിയിപ്പോൾ ആൻസർ ചെയ്തോ. ഞാൻ പോൾ ഒന്നും കൂടി തരാം. ഓക്കെ, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ആൻസർ ചെയ്യാം, സമയം ഞാൻ തരാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, 3 പേര് ആൻസർ ചെയ്തേക്കുന്നത്, അത് പറ്റൂല. സിമ്പിളാണ് സംഭവം. ഓക്കെ, ഞാൻ ചെയ്യാം. നോക്കിക്കേ, പ്രൈസ് എത്ര കൂടുന്നു? 20%. പ്രൈസ് എത്രയാണ്? 20%. 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 ആണല്ലേ. അപ്പം 5-ൽ നിന്നും എത്ര ആവുന്നു? അതിൻ്റെ 20% ആയിട്ടുള്ള 1 കൂടി എത്ര രൂപയാവുന്നു? 6 രൂപയാവുന്നു. ഹൗ മച്ച് കിലോഗ്രാം ഓഫ് കൺസപ്ഷൻ ഈസ് ഇൻക്രീസ്ഡ്. കൺസപ്ഷൻ എത്ര കൂടുന്നു? അപ്പോൾ ഞാൻ കൺസപ്ഷൻ എത്ര എഴുതി? എക്സിൽ നിന്നും വൈ ആക്കി ഞാൻ എഴുതി. ഓക്കെ, എനി പ്രോബ്ലം? ഇനിഷ്യൽ കൺസപ്ഷൻ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഫൈനൽ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കൺസപ്ഷൻ എക്സിൽ നിന്നും വൈ ആക്കി എഴുതി. ഓക്കെ, നമുക്ക് നോക്കാം. നോ പ്രോബ്ലം. അതിന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ് ബൈ 5%. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/20. അപ്പോൾ എത്ര ആവും? 20-ൽ നിന്നും 21 ആവും അല്ലേ. കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എത്രയായി? 20-ൽ നിന്നും 21 ആയിട്ട് കൂടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺസപ്ഷൻ കണ്ടുപിടിക്കാം. എക്സ് എത്രയാണ്? ആദ്യമേ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് എത്രയാണ്? 120 അല്ലേ. കാര്യം 20 × 6 120. വൈ എത്രയാണ്? 20 × 5 എത്ര കിട്ടും നമുക്ക്? 105. അപ്പോൾ കൺസപ്ഷൻ എത്ര കൂടി? 120-ൽ നിന്നും 105 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, 120-ൽ നിന്നും 105 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചത് എന്താണ്? എത്രയാണ് കൺസപ്ഷൻ ഇൻക്രീസ് ആയത്? കൺസപ്ഷൻ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, നോ പ്രോബ്ലം. കൺസപ്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ നോക്കിയപ്പം എത്ര കിലോഗ്രാം കുറയുന്നുണ്ട്? 15 കിലോഗ്രാം കുറയുന്നുണ്ട്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഇനിഷ്യലി പുള്ളി മേടിക്കുന്ന എത്രയാണ്? 240. പക്ഷേ ഇനിഷ്യലി 240 ആണോ? അല്ല, 120 ആണ്. അപ്പോൾ എത്ര മടങ്ങ്? 2 മടങ്ങ്. സോ എത്രയാണ് ഡിക്രീസോ ഇൻക്രീസോ ആയത്? 15 × 2 30 കിലോഗ്രാം എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ? അത് ആ ക്വസ്റ്റനിൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായി? കൺസപ്ഷൻ ഡിക്രീസ് ആവുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര കിലോ കുറഞ്ഞു? 30 കിലോ കുറഞ്ഞു. ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യൻ പറയാം. പ്രൈസ് എത്രയായി? 20% എന്ത് ചെയ്തു? 20% ഇൻക്രീസ്. അപ്പോൾ 5-ൽ നിന്നും എത്രയായി? 6 ആയി. അപ്പോൾ കൺസപ്ഷൻ എത്ര എടുത്തു? എക്സിൽ നിന്നും വൈ ആക്കി എടുത്തു കൺസപ്ഷൻ.
ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയായി? 20-ൽ നിന്നും 21 മാറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കൺസപ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനിഷ്യൽ കൺസപ്ഷൻ എത്രയാണ്? 120 കിലോ ഇനിഷ്യലി മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എത്രയാണ്? 105 കിലോയാണ് ഇനിഷ്യലി ഇപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര കിലോഗ്രാം കൺസപ്ഷൻ കുറഞ്ഞു? 15 കിലോഗ്രാം കുറഞ്ഞു. പക്ഷേ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇനിഷ്യലി 120 അല്ല, എത്രയാണ്? 240. എത്ര മടങ്ങ്? 2 മടങ്ങ്. സോ 15 അല്ല, 15ൻ്റെ 2 മടങ്ങ് 30 കിലോഗ്രാം. ഹർഷ ചോദിച്ചോ? ഹർഷ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ ഫൈൻ. ഇപ്പോൾ ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ, മനസ്സിലായോ? ഇവിടെ ഒരു ഇൻക്രീസ് ഡിക്രീസ് ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഡൗട്ട് വന്നത്. ഓക്കെ എല്ലാവരും ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നേരത്തെ നമ്മളുടെ അടുത്ത് എന്ത് പറഞ്ഞു? പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞു? എത്ര കുറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 240 കിലോഗ്രാം തരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 240 കൊണ്ടിരിക്കും, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എക്സാം കണ്ടക്ടിങ് ഏജൻസിയുടെ കാര്യങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. ഓക്കെ, ഡിസൈഡ് ആവുമായിരിക്കും ഉടൻ തന്നെ. മേ ബി TCS ആയിരിക്കും. TCS ആണെങ്കിൽ നല്ലതാണ്, നമുക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. വളരെ ഫാസ്റ്റും ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്താട്ടെ. ഇഫ് ദ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് ബൈ 25%, പ്രൈസ് ഓഫ് ഷുഗർ എത്ര കൂടുന്നു? 25% കൂടുന്നു. ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 2%, എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നു? 2% കൂടുന്നു. ഇഫ് ദ കൺസപ്ഷൻ ഡിക്രീസസ് ബൈ 5 കിലോഗ്രാം, ഫൈൻഡ് ദ ഇനിഷ്യൽ കൺസപ്ഷൻ. ക്വസ്റ്റ്യൻ എഗെയിൻ തിരിഞ്ഞു. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ ചോദിക്കുന്ന കാര്യം വേറെയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? കൺസപ്ഷൻ എത്ര കുറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്? 5 കിലോഗ്രാം കുറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനിഷ്യൽ കൺസപ്ഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എല്ലാവരും നല്ലതുപോലെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക? ഒന്നും കൂടെ വീഡിയോ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ആപ്പിലേക്ക് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ട് എല്ലാ ടൈപ്പിന് മുമ്പുള്ള ആ കറക്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. അതിനുശേഷം ആ കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ട്വിസ്റ്റിംഗ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്താട്ടെ ഈ ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. പ്രൈസ് ഓഫ് ഷുഗർ എത്ര കൂടുന്നു? 25% കൂടുന്നു. അത് കാരണം എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നു? 2% കൂടുന്നു. അത് കാരണം കൺസപ്ഷനിൽ എത്ര കിലോഗ്രാമിൻ്റെ കുറവ് വന്നു? 5 കിലോഗ്രാമിൻ്റെ കുറവ് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എത്ര പേര്? 3 പേരെ ആൻസർ ചെയ്തോളൂ. മനസ്സിലാവാത്തവരുണ്ട് ചോദിക്കണേ, ഞാൻ സമയം തരാം. 1.5 മിനിറ്റ് തരാം. എനിക്ക് എല്ലാവരും ആൻസർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് 3 പേരെ ആൻസർ ചെയ്തോളൂ. ഓക്കെ, ആൻസർ ചെയ്യാത്തവർ എന്നോട് ഒന്ന് പറഞ്ഞ് എന്താണ് നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്? നിങ്ങൾ ചെയ്യുവാണോ അതോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഓരോരുത്തരുടെ ചോദിക്കാം. അനു ആൻസർ ചെയ്തായിരുന്നോ? അനു ആൻസർ ചെയ്തോ? ആരോമൽ, ആർഷ, ഹരികൃഷ്ണൻ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഞാൻ തന്നെ ചെയ്യാം. ഓക്കെ, 5 kg കറസ്പോണ്ടിങ് 46 കിട്ടി. ഓക്കെ, ലെറ്റ് സി, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ക്വസ്റ്റനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ദ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് ബൈ 25%. അപ്പോൾ 5-ൽ എത്ര ആവുന്നു? 4-ൽ നിന്നും എത്ര ആവുന്നു? 5 ആവുന്നു.
XY കൺസപ്ഷൻ എനിക്കറിയില്ല. എന്താ എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നു? 2%. 2% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2/100 1/50 അല്ലേ? അപ്പോൾ 50യിൽ നിന്നും എത്ര ആവുന്നു? 51 ആവുന്നു അല്ലേ? അപ്പോൾ എനിക്ക് എക്സ് എത്ര കിട്ടും? 250. ഇവിടെ എനിക്ക് എത്ര കിട്ടും? 4 4 20 204 അല്ലേ? ഓക്കെ 204. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ 250 204. അപ്പോൾ എത്രയാണ് കൺസപ്ഷൻ കുറയുന്നത്? ഓക്കെ സോ ഇറ്റ് ഇസ് നോട്ട് 2% മാറ്റി 20% ആക്കിക്കേ. ഓക്കെ അതാണ് നിങ്ങൾക്ക് കിട്ടാഞ്ഞത് അല്ലേ? 2% മാറ്റിയിട്ട് 20% ആക്കിക്കേ ഇതൊന്ന്, എന്നിട്ട് ചെയ്തേ. ടു പെർസെൻറ്റേജ് മാറ്റി 20% ആക്കിക്കേ. 20%. ഇനി ചെയ്താട്ടെ. 2ൽ നിന്ന് 20% ആക്കിക്കേ. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഒരാൾ ആൻസർ ചെയ്തു, ബാക്കി ആൻസേഴ്സ് വരട്ടെ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് വേണം എല്ലാവരുടെ കയ്യിൽ നിന്ന്, അതുകൊണ്ടാണ് ചോദിക്കണത്. ഇപ്പോൾ 2-3 പേര് ആൻസർ ചെയ്തു. നാല് പേര്. നോക്കാം നമുക്ക് നോക്കാം. ഓക്കെ 10 പേര് ആൻസർ ചെയ്തു. ഗുഡ്, വളരെയധികം സന്തോഷമുണ്ട്. 10 പേര് ചെയ്തു. ഇനി ബാക്കിയുള്ള 4 പേരോടെ വരട്ടെ. 30 മിനിറ്റ്സ് തരാം, 1.5 മിനിറ്റ് തരാം. ഓക്കെ ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇതുണ്ടായതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ വന്നതല്ലേ. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ഷുഗറിൻ്റെ പ്രൈസ് 25% കൂടുന്നു. അപ്പോൾ എത്രയാ? 4ൽ നിന്നും 5 ആവുന്നു. XY കൊടുക്കുന്നു കൺസപ്ഷൻ. അപ്പോൾ എൻ്റെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 20%. 20% ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ എത്ര ആവും? 5 6 ആവും. അപ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 25 കിട്ടും. വൈൻ്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടും? 24 കിട്ടും. അതായത് ഇനിഷ്യലി 25 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയേ ഉള്ളൂ? 24 ഉള്ളൂ. എത്ര കിലോ കുറഞ്ഞു? 1 കിലോ കുറഞ്ഞു. 1 കിലോ അല്ല, എത്ര കിലോയാണ് കുറഞ്ഞത്? 5 കിലോയാണ് കുറഞ്ഞത്. സോ എത്ര മടങ്ങ്? 5 മടങ്ങ്. സോ ഇനിഷ്യൽ കൺസപ്ഷൻ എത്രയാണ്? 25 അല്ല, അതിൻ്റെ 5 മടങ്ങ്. എത്ര കിട്ടും നമുക്ക്? 125 kg എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇപ്പോൾ പക്ക ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, നോ പ്രോബ്ലം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ 8ഓടുകൂടി നമ്മുടെ ടൈപ്പ് 12 തീർന്നു. ടൈപ്പ് 12ൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുവാണ്, നമ്മുടെ വർക്ക് ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്ന PDF നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അതിനകത്ത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്തും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇനി ഈ ടൈപ്പുകളുടെ എല്ലാം കൂടെ ചിലപ്പോൾ മിക്സിങ് പോലും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഐഡിയാസ് വരണം. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ട് കേട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ബാക്കി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഫ്രം വെരി ബേസിക് 0 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒട്ടും മാത്സ് അറിയാത്തവർക്ക് പോലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ കാണും. ഓക്കെ നൗ ടൈപ്പ് 13. ടൈപ്പ് 13ലേക്ക് പോവാം. ടൈപ്പ് 13 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആഫ്റ്റർ സ്പെൻഡിങ് 40% ഓൺ മെഷീനറി, 25% ഓൺ ബിൽഡിംഗ്, 15% on raw material and 5% on furniture, a small scale industry owner had a balance of rupees 13 lakhs and 500. Find the total money with him. Okay, അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു? മെഷീനറിക്ക് വേണ്ടിയിട്ട് 40% ചിലവാക്കുന്നു, ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് 25% ചിലവാക്കുന്നു, റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് 15% ചിലവാക്കുന്നു, ഫർണിച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? 5% ചിലവാക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കി എത്ര ഉണ്ട്? 13,500,000 രൂപയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ടോട്ടൽ മണി. ഓക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? പുള്ളിക്കാരൻ്റെ സാലറിയുടെ 40% എന്ത് ചെയ്യുന്നു? ചിലവാക്കുന്നു. ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ്റെ സാലറി ഇത്രയാണ്. ആ സാലറിയിൽ
40% പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇതിനു വേണ്ടി ചിലവാക്കി. ഇനി 25% പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ബിൽഡിങ്ങിന് വേണ്ടി ചിലവാക്കി. 25% പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ബിൽഡിങ്ങിന് വേണ്ടി 25% ചിലവാക്കി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 15% പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, 15% പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയൽസിന് വേണ്ടി ചിലവാക്കുന്നു. അതിനുശേഷം 5% പുള്ളി എന്ത് ചെയ്യുന്നു, ഫർണിച്ചറിന് വേണ്ടി ചിലവാക്കുന്നു. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ, ബാക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോർഷൻസ് അല്ലേ ബാക്കി എന്ന് പറയുന്നത്. ഇത് എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 3,500,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര രൂപ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എന്താ, ആദ്യമേ പുള്ളിക്കാരൻ 40%, 25%, 15%, 5% അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ എത്രയാണ് പുള്ളിക്കാരൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് കണ്ടുപിടിക്കാം. എക്സ്പെൻഡിച്ചർ എത്രയാണ്, 25 15 കൂട്ടുമ്പോൾ എത്രയാണ്, 40 എത്രയാണ്, 80 എത്രയാണ്, 85% പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ചിലവാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 85% ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ്, ബാക്കി പുള്ളിക്കാരൻ്റെ ബാലൻസ് ആണ്. ബാലൻസ് എത്രയാണ്, 15% ആണ് പുള്ളിക്കാരൻ്റെ ബാലൻസ്. സോ നമുക്ക് എന്ത് എഴുതാം, 15% എന്ന് പറയുന്നത് എന്താണ്, 15% എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ഈ പറയുന്ന 13,500,000 രൂപയ്ക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം, 1% കണ്ടുപിടിക്കാം. 1% എത്രയാണ്, 500 ഡിവൈഡഡ് ബൈ 15. 5 വെച്ച് ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലേ. 3 ആകുമ്പോൾ 5 2 10, 3 30, 6 5 30, 1 5 5 0 0 അല്ലേ. ദെൻ എഗെയിൻ 3 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടാം. 3 വെച്ച് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 8 3 24 ആണല്ലേ. അപ്പോൾ 8 വന്നിട്ടുണ്ട്. 8 വന്നേക്കുന്ന ആൻസർ ഏത് മാത്രമേ ഉള്ളൂ, 87 ഉള്ളൂ. പിന്നെ ബാക്കി നമ്മൾ ചെയ്യാൻ പോകണ്ട. കാര്യം എന്താ, ബാക്കി എവിടെയും 8 സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്ത് ഫിക്സ് ചെയ്യാം. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 8 3 എത്രയാണ്, 24. ബാക്കി എത്ര ഉണ്ട്, ബാക്കി 21, 7 3 21, ബാക്കി 2 0. അപ്പം 1% എന്ന് പറയുന്നത് എത്രയാണ്, 8700. അപ്പോൾ നമുക്ക് വേണ്ട എന്താ, 100%. 100% ആകുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 870000 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കിക്കോണം, ഈ കിടക്കുന്ന ഡിജിറ്റ് സെയിം ആണോ എന്ന് നമ്മളൊന്ന് നോക്കിയേക്കണം. സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തടുത്ത നമ്പേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ഡിഫറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് സംശയമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻ PSCക്കൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെയിൽവേക്ക് കുറച്ചും കൂടെ ഒരു കാൽക്കുലേറ്റീവായിട്ട് ചോദിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. സമീർ സ്പെൻസ് 20% ഓഫ് ഹിസ് മന്ത്ലി സാലറി ഓൺ ഹൗസ് റെൻറ്റ്. ഓക്കെ, സമീർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഹൗസ് റെൻറ്റ് മന്ത്ലി സാലറിയുടെ 20% ഹൗസ് റെൻറ്റിനായിട്ട് ചിലവാക്കുന്നു. 25% ഓൺ ഫുഡ്, എന്ത് ചെയ്തു, 25% ഫുഡിന് വേണ്ടി ചിലവാക്കുന്നു. 10% ഓൺ ട്രാൻസ്പോർട്ടേഷൻ, 10% എവിടെ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. 15% ഓൺ എഡ്യൂക്കേഷൻ ഓഫ് ഹിസ് ചിൽഡ്രൻ, എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്നു. 18% ഓൺ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്, 18% എന്തിനു വേണ്ടിയിട്ട്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസിന് വേണ്ടിയിട്ട്. ഹീ സേവ്സ് ദ റിമൈനിങ് എമൗണ്ട് ഓഫ് 4800. ഈ ചിലവെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, 4800 രൂപ സേവ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഹിസ് മന്ത്ലി സാലറി എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ, വാട്ട് ഈസ് ഹിസ് മന്ത്ലി സാലറി. ചെയ്തോട്ടെ. 7 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഒമ്പത് പേര് ആൻസർ ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത്, 20%. ഇവിടെ 25. അപ്പം 20ഉം 25ഉം എത്രയാണ്, 45ഉം 10ഉം 55ഉം 5 60ഉം 10 70, 70ഉം 10 80, 88%. അപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, 88% ആണ് എന്ന് മനസ്സിലായി.
അപ്പോൾ ബാക്കി ഇദ്ദേഹത്തിന് എന്താണ് സേവിങ് എത്രയാണ് 12% ആണ്. ഈ 12% എത്രയാണ് 4800 അവിടുന്ന് 1% നമുക്ക് എത്ര കിട്ടും 4800/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 400 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താണ് ടോട്ടൽ മന്ത്ലി സാലറി 1% അല്ല, എത്ര പെർസെൻ്റ് ആണ് 100%. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും 40,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 3. Sujata invests 7%, that is 2,170 of her monthly salary in mutual funds. എന്ത് ചെയ്യുന്നു സുജാത എന്ത് ചെയ്യുന്നു സുജാതയുടെ സാലറിയുടെ 7%, അതായത് 2170 രൂപ എന്ത് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിൽ എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലേറ്റർ ഷീ ഇൻവെസ്റ്റ് 18% ഓഫ് ഹർ മന്ത്ലി സാലറി. അതിനുശേഷം എന്ത് ചെയ്യുന്നു മന്ത്ലി സാലറിയുടെ 18% റിക്കറിംഗ് ഡെപ്പോസിറ്റ്സിൽ എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓൾസോ ഷീ ഇൻവെസ്റ്റ് 6% ഓഫ് ഹർ സാലറി ഓൺ NSCs. ഓക്കെ, വാട്ട് ഈസ് എ ടോട്ടൽ ആനുവൽ ഇൻകം ഇൻവെസ്റ്റഡ് ബൈ സുജാത? ഓക്കെ, നമ്മുടെ ചോദിച്ച പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്. അതായത് സുജാത എന്ത് ചെയ്യുന്നു സുജാതയുടെ സാലറിയുടെ 7% ആയിട്ടുള്ള 2170 രൂപ എന്ത് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ 18% എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 6% NSCയിൽ എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുജാത ടോട്ടൽ ഇൻകത്തിൻ്റെ എത്രയാണ്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ടോട്ടൽ ആനുവൽ ഇൻകം ഇൻവെസ്റ്റഡ് ബൈ സുജാത? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുജാതയുടെ ആനുവൽ ഇൻകത്തിൻ്റെ എത്ര ആണ് എന്ത് ചെയ്തേക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ആൻസർ ചെയ്താട്ടെ. ടോട്ടൽ ആനുവൽ ഇൻകം ആണെന്ന് ഓർക്കണേ. ടോട്ടൽ ആനുവൽ ഇൻകത്തിൻ്റെ എത്രയാണ്, അല്ലെങ്കിൽ എത്ര രൂപയാണ് പുള്ളിക്കാരത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, ആനുവലി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഒന്നര മിനിറ്റ് തരാം, ഇച്ചിരി കാൽക്കുലേഷൻ ഉണ്ട്, നോ പ്രോബ്ലം. ഓക്കെ, സംഭവം സിമ്പിളാണ്, പക്ഷേ ഇച്ചിരി കാൽക്കുലേറ്റീവാണ് എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നോക്കിക്കേ, സുജാത 7% ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി 7% എന്ന് പറയുന്നത് എത്രയാണ് 2170 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുന്നു, നമ്മുടെ ചോദിച്ചേക്ക് എന്താ ആനുവൽ ഇൻകം വാട്ട് ഈസ് ദ ടോട്ടൽ ആനുവൽ ഇൻകം ഇൻവെസ്റ്റഡ് ബൈ സുജാത ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സുജാത ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ് 7% ഇവിടെ, 18% ഇവിടെ. അപ്പോൾ 18 പിന്നെ എത്ര ഉണ്ട് 6% ഇവിടെ. അപ്പോൾ എത്രയായി 18 6 24 18 6 24 24 7 എത്രയാ 31 അല്ലേ, 18 6 24. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എത്രയാ 31% ആണ് പുള്ളിക്കാരത്തി എന്ത് ചെയ്തേക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 7% എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2170 ആവുന്നേ 310 ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു 310 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 310 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 31 × 31. അപ്പോൾ എത്ര 1339 എത്ര കിട്ടും നമുക്ക് 961 എന്ന് കിട്ടും. സോ എത്രയാണ് 961 ആണ് പുള്ളിക്കാരത്തിയുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചോദിച്ചൊക്കെ എന്താണ് മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 961 × 12 അല്ലേ.
ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, ഒരു 0 ഉണ്ടല്ലേ ഇവിടെ. ഓക്കെ, ഒരു 0 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9610 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 2 12 1 1 19220. ദെൻ നമുക്ക് എത്ര കിട്ടും? 0 1 6 9. അപ്പോൾ എത്ര കിട്ടി? 0 2 3 15 115320. എത്ര കിട്ടും? 115320. ഓപ്ഷൻ ഡി. കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, വേറെ ഒന്നുമില്ല. ഇത് റെയിൽവേക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂട്ടത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ. പക്ഷേ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റൊക്കെ സിമ്പിളാണ്, പക്ഷേ എന്താണ്, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എത്ര കിട്ടും നമുക്ക്? തരാം 115320 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ഹോംവർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഹോംവർക്കാണ്, അത് ചെയ്താൽ വന്നാൽ മതി. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വൈശാലി സ്പെൻഡ് 31897. ഇതും റെയിൽവേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? 3187 എയർ കണ്ടീഷണർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു. 38789 എന്ത് ചെയ്യുന്നു? പ്ലാസ്മ ടെലിവിഷൻ മേടിക്കാൻ വേണ്ടി ചിലവാക്കുന്നു. ബാക്കി പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ എത്രയുണ്ട്? 23% ഉണ്ട് ക്യാഷ് ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? ഓക്കെ, അല്ല ഇതങ്ങ് ചെയ്തോ, ഈ ക്വസ്റ്റ്യനോട് ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. ഈ ക്വസ്റ്റ്യൻ ചെയ്താട്ടെ. വൈശാലി എന്ത് ചെയ്യുന്നു? എ സിക്ക് വേണ്ടിയിട്ട് 31,897 റുപ്പീസ് ചിലവാക്കുന്നു. ദെൻ പ്ലാസ്മ ടെലിവിഷൻ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് 38,789 റുപ്പീസ് ചിലവാക്കുന്നു. ബാക്കി പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ 23% ഉണ്ട് ക്യാഷ് ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്തേ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? സമയമെടുക്കും, കാൽക്കുലേറ്റീവ് ആണ്. കാര്യം ഇതുകൂട്ടത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ, കാര്യം ഇവിടെ എന്താണ്, ഹോൾ സാലറി എന്നാണ് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ കട്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതെന്തായിരിക്കും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിമ്പിളാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിമ്പിളാണെന്ന് മനസ്സിലായി അപ്പോഴേ ഓർക്കുക, ഇറ്റ് വിൽ ടേക്ക് ടൈം. രണ്ട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ചെയ്തോട്ടെ. ഓക്കെ, 6 പേര് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, പോൾ എൻഡ് ആണ്. നമുക്ക് നോക്കാം. വൈശാലി എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്? 3187 അല്ലേ? 31897. ദെൻ 38789 അത്രയേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തി എത്രയാണ് ചിലവാക്കുന്നത്? 9 7 16, 9 10 18, 7 8 16, 8 2 10, 3 3 6 1 7. ഇത്രയാണ് ചിലവാക്കുന്നത് അല്ലേ? ഇത്രയെന്ന് പറഞ്ഞാൽ എത്രയാണ്? 23% ആ പുള്ളിക്കാരത്തേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 100%-ൽ 23% സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ബാക്കി 37% ഉണ്ടല്ലേ? അപ്പോൾ 23 7 30, 77% ആണ് സേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 77% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70686 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1% നമുക്ക് കണ്ടുപിടിക്കാം. 1% എത്രയാണ്? 70686 ഡിവൈഡഡ് ബൈ 77. അപ്പോൾ 11 വെച്ച് ചെയ്താൽ നമുക്കിവിടെ 7 കിട്ടും. ഇവിടെ നമുക്ക് 6 ആകുമ്പോൾ 66, ബാക്കി എത്ര ഉണ്ട്? 46, 4 ആകുമ്പോൾ 44,
44 അല്ലേ, ബാക്കി 28 ആകുമ്പോൾ 2 ബാക്കി 6. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6426 ഡിവൈഡഡ് ബൈ 7. എഗെയിൻ നമുക്കിതിനെ 7 വെച്ച് ചെയ്യാൻ പറ്റണം, പറ്റിയാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ 7 ആകുമ്പോൾ എത്ര കിട്ടും? 9 ആകുമ്പോൾ 63 12. അപ്പോൾ നമുക്ക് 91 തന്നെ ആൻസർ ഉണ്ട്. കെനോട്ട് സേ ഉണ്ട്, അപ്പോൾ കെനോട്ട് സേ എന്തായാലും ഒരിക്കലും വരത്തില്ല. സോ നമുക്ക് എന്ത് ഫിക്സ് ചെയ്യാം? 9180 ആണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്താണ്, ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണ്, ലിറ്റിൽ ബിറ്റ് കാൽക്കുലേറ്റീവ് ആണ് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ഹോംവർക്ക്. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 5, സൊണാലി ഇൻവെസ്റ്റ് 15%. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ബാക്കി എന്തെങ്കിലും സംശയങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ ചോദിച്ചേ. നമുക്ക് ടൈപ്പ് 14 നമുക്ക് നാളെ ചെയ്യാം. ടൈപ്പ് 14 ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? ടോട്ടൽ സാലറിയിൽ നിന്ന് ഇത്ര എമൗണ്ട് ഇതിലേക്ക് പോകുന്നു, ഇത്ര എമൗണ്ട് ഇതിലേക്ക് പോകുന്നു, അതാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പിൽ വരാൻ പോകുമ്പോൾ നമ്മൾ റിമൈനിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് റിമൈനിങ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് കാൽക്കുലേറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുക? നമ്മൾ സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ചെയ്യാൻ പോകുള്ളൂ. കാര്യം ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി അതിനകത്ത് എന്ത് കാണും? നല്ല കാൽക്കുലേഷൻ കാണും. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് എന്ത് തരത്തില്ല? സിമ്പിൾ ക്വസ്റ്റ്യൻ അവർ നമ്മളോട് ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ആൻസർ ചെയ്യുക. ഇതും കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരിക്കും. നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളത്തെ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ടോപ്പിക്ക് ഫുള്ളായിട്ട് തീരുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ചോദിച്ചോളൂ. ടൈപ്പ് 12. ഓക്കെ, ടൈപ്പ് 12 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതല്ലേ? ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ 25-24 വന്നതെന്ന് പറയുന്നത്, നോക്കിക്കേ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണം. എക്സ് ആണെന്തെന്ന് പറയുന്നത് കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർഗ്ഗം എന്താ? 4 × x = 5 എഴുതാം. അവിടുന്ന് x = 5/4 കിട്ടും. അതുകൊണ്ട് സിമിലർലി നമുക്ക് y എന്ത് കിട്ടും? ഫ്രാക്ഷൻ ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഴപ്പം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിനെ LCM കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലൈങ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ ഇൻറ്റിജർ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയൊരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അൺനോൺ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതണം. എക്സിൻ്റെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ താഴെ കിടക്കുന്നത് ഏതാണോ ആ നമ്പർ കൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 × 5 25. സിമിലർലി വൈ വേണമെന്നുണ്ടെങ്കിൽ വൈയുടെ തൊട്ട് താഴെ കിടക്കുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? ഡയഗണലി മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24. അപ്പോൾ നമുക്ക് 25 × 24 നമുക്ക് എന്ത് ചെയ്യും? എളുപ്പം കിട്ടും. നമുക്ക് മറ്റേ ആ ഒരു ടൈം നമുക്ക് അവിടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നാളെ നമുക്ക് ക്ലാസ് ഇല്ല. ഓക്കെ, നാളത്തെ ക്ലാസ് നമുക്ക് സാറ്റർഡേ ആയിരിക്കും നാളത്തെ ക്ലാസ് ഉള്ളത്. ഓക്കെ, അപ്പം വേറെ ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും. കാര്യം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് പോസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു എൻ്റെ വാട്സാപ്പിനകത്ത് കംപ്ലീറ്റ് മെസ്സേജിൻ്റെ പൈലിംഗ് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. NTPC ആയിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ ഏതായിട്ട് ബന്ധപ്പെട്ട മാത്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് തന്നെ ഡൗട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ആപ്പിനകത്ത് എക്സാംസ് കൂടെ ഇനി തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ എക്സാംസും നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ